10th പ്രിലിംസിന് വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള പൊതുവിജ്ഞാനം, മാത്സ്, സയൻസ്, SCRT, പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നാളെ പരീക്ഷ അടക്കാൻ പോകുന്നവർക്കും 8ാം തീയതി പരീക്ഷയുള്ളവർക്കും ഒക്കെ ഈ സ്റ്റഡി മെറ്റീരിയൽസ് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ വേഗം വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. PC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമ്മൾ സിലബസിനെ മുഴുവൻ ഒന്ന് ക്രോഡീകരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ വീഡിയോ കൂടിയാണിത്. നാളെ പരീക്ഷ ഇല്ലാത്തവർക്ക് അടുത്ത മാസം 8ാം തീയതി ആയിരിക്കും പരീക്ഷ. അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും തുടർന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് നാളെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ടൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നാളെ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ മേഖലയും നമ്മളൊന്ന് കവർ ചെയ്ത് ഒന്ന് റിവിഷൻ പോലെ കവർ ചെയ്ത് പോകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. ഈ ഒരു ഭാഗം കറണ്ട് അഫേഴ്സിനെ കുറിച്ചിട്ടാണ്, സമകാലീന സംഭവങ്ങളെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഈ മുകളിൽ കൊടുത്തേക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമകാലീന സംഭവം, ഓൾറെഡി സമകാലീന സംഭവങ്ങൾ കറണ്ട് അഫേഴ്സിന് ഓൾറെഡി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കാത്തവരോട് കണ്ടു നോക്കണം. അത് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ബാക്കി ഭാഗങ്ങളെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, അതിരുകൾ, ഊർജ്ജ മേഖല, ഗതാഗത വാർത്താവിനിമയ മേഖല, പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പ്രാഥമിക അറിവ്. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ ഭാഗം ഒന്ന് വേഗം പഠിച്ചു തീർക്കാം. അതിനുശേഷം 3, 4 ഒക്കെ നമുക്ക് കവർ ചെയ്തു പോകാം. അപ്പൊ നമുക്ക് ആദ്യം ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം. ഭൂമിശാസ്ത്ര സവിശേഷതകൾ. അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ഭൂട്ടാൻ, അതുപോലെ നേപ്പാൾ, അറിയാത്തവരാണ് ഇപ്പൊ തന്നെ പഠിച്ചു പോക്കോളണം കേട്ടോ. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി സവിശേഷത പറയുമ്പോൾ വടക്ക് എന്താണുള്ളത്? വടക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിമാലയമാണ്. ഇന്ത്യയിൽ വടക്ക് എന്താണ്? ഹിമാലയമാണ്. വടക്കു പടിഞ്ഞാറാണെങ്കിൽ ഹിന്ദുക്കുഷാണ്, അല്ലെങ്കിൽ സുലൈമാൻ നിരകളാണ് വടക്കു പടിഞ്ഞാറ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വടക്ക് കിഴക്ക് എന്താണുള്ളത്? വടക്ക് കിഴക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏതാണ്? പൂർവാഞ്ചലാണ്. ഏതാണ്? പൂർവാഞ്ചലാണ് വടക്ക് കിഴക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി തെക്കാണെങ്കിലോ? തെക്കെന്താ ഉള്ളത്? തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ്. എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്കായിട്ട് നമുക്ക് ദൃശ്യമാകുന്നത്. ഇനി തെക്ക് കിഴക്കാണെങ്കിലോ? തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. അറിയാത്തവർ ഇനിയെങ്കിലും പഠിച്ചു പോണട്ടോ. എന്താണ്? വടക്ക് അതിർത്തി ഹിമാലയം, വടക്കു പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് അല്ലെങ്കിൽ സുലൈമാൻ നിരകളാണ്. ദെൻ വടക്ക് കിഴക്കാണെങ്കിൽ പൂർവാഞ്ചൽ, തെക്കാണെങ്കിലോ ഇന്ത്യൻ മഹാസമുദ്രം, തെക്കു പടിഞ്ഞാറാണെങ്കിലോ അറബിക്കടൽ, ദെൻ തെക്ക് കിഴക്കാണെങ്കിലോ അത് ബംഗാൾ ഉൾക്കടലാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്ര ശതമാനമാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്ര ശതമാനാ? 30% കേട്ടോ. എത്രയാണ്? 30%. ഇനി ഇങ്ങനെയും ചോദിക്കാം, ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തം ഏകദേശം എത്ര കോണി അളവാണെന്ന്. അങ്ങനെ ചോദിച്ചാലും എന്ത് തന്നെയാണ്? 30 ഡിഗ്രി തന്നെയാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തം ഏകദേശം എത്ര കോണീയ അളവാണെന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? അത് 30 ഡിഗ്രി ആണെന്ന് ഓർത്തിരുന്നോളുക. ഇനി ഏറ്റവും ഇന്ത്യയേക്കാൾ വിസ്തൃതി കൂടിയ രാജ്യം, എപ്പോഴും ചോദിക്കുന്ന ഇന്ത്യയേക്കാൾ വിസ്തൃതി കൂടിയ രാജ്യം ഏതാണ്? ബ്രസീൽ ആണ് ഇന്ത്യയേക്കാൾ വിസ്തൃതി കൂടിയ രാജ്യമെന്ന് ഓർത്തിരുന്നു കേട്ടോ. ഇനി വലിപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങൾ ചോദിക്കുവാണെങ്കിലോ? വലിപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? വലിപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങൾ. ലോകരാജ്യങ്ങൾ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണ്. എത്രയാണ്? 7ാം സ്ഥാനമാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ചോദിക്കുവാണെങ്കിലോ? 2.42% ആണ് കേട്ടോ.
അപ്പൊ ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. എത്രയാണ്? 2.42%. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏതാണ്? കന്യാകുമാരിയാണ് കേട്ടോ. എന്താണ്? കന്യാകുമാരിയാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റമുള്ള സംസ്ഥാനം ചോദിക്കുവാണെങ്കിലോ അതേതാ? ഹിമാചൽ പ്രദേശാണ്. ഏതാണ്? ഹിമാചൽ പ്രദേശാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിക്കുവാണെങ്കിലോ ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ? അത് ബംഗ്ലാദേശ് ആണ് കേട്ടോ. ഏതാണ്? ബംഗ്ലാദേശ് ആണെന്ന് ഓർത്തിരുന്നോളൂ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇത് പഠിക്കാതെ പോകരുത് കേട്ടോ. ഇനി ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിക്കുവാണല്ലോ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ ആണെന്ന് ഓർക്കുക. ഏതാണ്? ഭൂട്ടാൻ ആണ്. ഇന്ത്യയുമായി ഏറ്റവും ചെറിയ അയൽ രാജ്യം, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിക്കുവാണെങ്കിലോ അത് മാലിക് ദ്വീപ് ആണ് കേട്ടോ. ഏതാണ്? മാലിക് ദ്വീപ് ആണെന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. ഏതാണ്? മാലിക് ദ്വീപ് ആണെന്ന് ഓർത്തിരുന്നോളുക. ഇനി പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത്? പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ചോദിക്കുവാണെങ്കിലോ അത് പാകിസ്ഥാൻ ആണ് കേട്ടോ. പാകിസ്ഥാനാണ് പഞ്ചാബ് എന്താണ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമായിട്ട് വരുന്നത്. ഇനി തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാന മധ്യപ്രദേശ് ഒക്കെ തീരദേശം ഇല്ലാത്തതാ. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള സംസ്ഥാനം ചോദിക്കുവാണെങ്കിലോ അത് ഗുജറാത്ത് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ളത് ഗുജറാത്തിനാണ്. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അത് തമിഴ്നാടാണ്. ഓർക്കണേ, ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള സംസ്ഥാനം ഗുജറാത്തും ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏറ്റവും കുറവ് സമുദ്ര തീരമുള്ള സംസ്ഥാനം ഗോവയാണ് കേട്ടോ. ഏറ്റവും കുറവ് സമുദ്ര തീരമുള്ളത് എവിടെയാണ്? ഗോവയ്ക്കാണെന്ന് കൂടി ഓർക്കുക. ഇനി ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ, ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ചോദിക്കുവാണെങ്കിൽ 82°30' പൂർവ്വ രേഖാംശമാണ് കേട്ടോ. 82°30' പൂർവ്വ രേഖാംശമാണ് എന്ത്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ എന്ന് ഓർക്കുക കേട്ടോ. ഇനി ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? 82°30' പൂർവ്വ രേഖാംശമാണ് കേട്ടോ. 82°30' പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്ന രേഖാംശം. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തോട്ട് കടന്നു പോകുന്ന ഏതാണ്? 82°30' പൂർവ്വ രേഖാംശമാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇന്ത്യയുടെ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണെന്ന് ചോദിക്കുവാണെങ്കിലോ എത്ര മണിക്കൂറാ? 5 മണിക്കൂർ 30 എത്രയാണ്? 5 മണിക്കൂർ 30. അപ്പോൾ അങ്ങനെ ഒരു സമയം ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ മാനക സമയം ഇത്രയാണ്, ഗ്രീൻ സമയം എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ 5 മണിക്കൂർ 30 ആ തന്നിരിക്കുന്ന സമയത്തിന്റെ കൂടെ കൂട്ടുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? AM ആണോ PM ആണോ എന്ന് വെച്ച് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ അതിന്റെ ആൻസർ കിട്ടാനായിട്ട് ഹെൽപ്പ് ആവുന്നതായിരിക്കും കേട്ടോ. ഉത്തരായൻ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം, ഉത്തരായൻ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അത് മണിപ്പൂർ ആണ് കേട്ടോ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? അത് മണിപ്പൂർ ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കണേ. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് PSCയിൽ, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിസോറം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ, ഇത്രയും സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഇന്ത്യയുടെ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു കോഡോട് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. എന്താണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? എന്താ? മിസോറം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ. ഇനി അത് എങ്ങനെയാണ് കോഡിൽ ഓർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുതരാം. അതായത് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കുക. MTയും MGRും എന്ത് ചെയ്തു? JCB വാങ്ങി. എന്ത് ചെയ്തു? MTയും MGRും കൂടി എന്ത് ചെയ്തു? ഒരു JCB അങ്ങ് വാങ്ങി. അപ്പൊ M എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ? മിസോറം. എന്താണ് M ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ? മിസോറം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെയാണ് M ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ദെൻ T ത്രിപുര. എന്താണ്? ത്രിപുര. ദെൻ M മധ്യപ്രദേശ്. എന്താണ്? മധ്യപ്രദേശ്. ദെൻ G ഗുജറാത്ത്.
Then R, Rajasthan. Okay. J എന്താ? Jharkhand. Then C, Chhattisgarh. Then B, Bengal. അപ്പൊ എന്താണ്? എം ടിയും എം ജി ആറും കൊണ്ട് എന്ത് ചെയ്തു? JCB വാങ്ങി. എം ടിയും എം ജി ആറും എന്ത് വാങ്ങി? JCB വാങ്ങി. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനായിട്ട് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് 10th പ്രിലിംസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ നമ്പറിലോ 10th പ്രിലിംസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് 8ാം തീയതിയിലേക്കും നാളേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഹെൽപ്പ് ആവുന്നതായിരിക്കും. വേണ്ടവർ മെസ്സേജ് അയക്കാം. അപ്പൊ എം ടിയും എം ജി ആറും JCB വാങ്ങി. എം എന്താ? മിസോറം. ടി എന്താണ്? ത്രിപുര. എം മധ്യപ്രദേശ്. ജി ഗുജറാത്ത്. ആർ രാജസ്ഥാൻ. ജെ ജാർഖണ്ഡ്. സി ഛത്തീസ്ഗഡ്. ബി ബംഗാൾ. ഈ കോഡ് ഓർത്തിരുന്ന എന്താണ്? ഉത്തരായൻ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഇന്ന് പിക്ക് ചെയ്തെടുക്കാം. ഉത്തരായൻ രേഖ കടന്നു പോകാത്ത സംസ്ഥാനങ്ങൾ, ഈ പറയുന്ന കോഡിൽ ഇല്ലാത്ത സംസ്ഥാനങ്ങളൊക്കെ ഉത്തരായൻ രേഖ കടന്നു പോകാത്ത സംസ്ഥാനങ്ങളാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഊർജ്ജ മേഖലയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയുമായിട്ട് നമ്മൾ നോക്കി. നമുക്ക് ഊർജ്ജ മേഖലയാണ് നോക്കാനുള്ളത്. ഊർജ്ജ മേഖല രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുന്നു അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളും മറ്റൊന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളും. അപ്പൊ ഈ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയുവാണെങ്കിൽ ഏതൊക്കെയാണ് സാധിക്കുന്നത്? സൗരോർജ്ജം അല്ലെ. സൗരോർജ്ജം വരുന്നു. പിന്നെയോ അതുപോലെ തന്നെ തിരമാലയിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്ന് വരുന്നത്. പിന്നെ ബയോഗ്യാസ് അല്ലെ, ബയോഗ്യാസ്. പിന്നെയോ ബയോമാസ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. അതുപോലെ കാറ്റ്, ഇതൊക്കെ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. ഈ ഊർജ്ജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം ഏതാ? അത് സൂര്യനാണ് അല്ലെ. അപ്പൊ ഈ ഭൂമി എല്ലാ ഊർജ്ജ സ്രോതസ്സുകളെയും ചേർത്ത് നമുക്ക് എന്ത് സാധിക്കും? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ അല്ലെ. മറ്റൊന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്നും നമുക്ക് തരംതിരിക്കാം. അപ്പൊ ഈ ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ഊർജ്ജ സ്രോതസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയാം. അപ്പൊ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ. എന്താ അത്? ഓർക്കുന്നുണ്ടോ നിങ്ങള്? നമ്മളിതൊക്കെ ഓൾറെഡി പഠിച്ചു പോയതാണ്. ഹരിതോർജ്ജം അല്ലെ. ഇതിനെ എന്തെന്ന് നമ്മൾ വിളിക്കുന്നത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയെ ഹരിതോർജ്ജം എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് ഉപയോഗിച്ചാൽ നമുക്ക് തീർന്നു പോവില്ല. ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാറ്റ് നമ്മൾ കാറ്റാടി യന്ത്രങ്ങൾ കറക്കി ഊർജ്ജം ഉണ്ടാക്കുന്നുണ്ടല്ലേ. കാറ്റ് നശിച്ചു പോവോ? ഇല്ല. അതിങ്ങനെ എപ്പോഴും ഭൂമിയിലുള്ള ഒന്നാണ്. തിരമാലകളിൽ നിന്നുള്ള ഊർജ്ജം അത് ഭൂമിയിലുള്ളതാണ്. സൗരോർജ്ജം, സൂര്യൻ നിന്ന് വരുന്ന സൂര്യപ്രകാശം, ഇതൊക്കെ ഒരിക്കലും നമ്മൾ എത്രമാത്രം ഉപയോഗിച്ചാലും ഇതൊന്നും നശിച്ചു പോകാതെ അവിടെ തന്നെ പ്രകൃതി വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഒരിക്കലും എന്താണ്? നശിച്ചു പോകുന്നില്ല. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നു. നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നവ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ, തീർന്നു പോകാത്തവ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ, തീർന്നു പോകുന്നവ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എന്താണ് അതിന് ഉദാഹരണം പറയാ? നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഒക്കെ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളാണ്. അത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എന്താ? ഭൂമിയിൽ ഉണ്ടാവില്ല. മാക്സിമം നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നതോടുകൂടി അതെന്ത് ചെയ്യും? അത് ഇല്ലാതായി പോകും അല്ലെ. അപ്പൊ ഈ മറ്റു പറയുന്ന പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ് പോലെ പ്രകൃതിയിൽ എപ്പോഴും ഉണ്ടായി വരുന്നവയല്ലവ. അത് ഉപയോഗിച്ച് അതിന്റെ പരിധി ലിമിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഈ കൽക്കരി ആയാലും പെട്രോളിയം ആയാലും പ്രകൃതിവാതകമായാലും ഇതൊക്കെ എന്താണ്? ഇത് തീർന്നു പോകുന്നവയാ. ഇവയെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ. അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെ ഹരിതോർജ്ജം എന്ന് നമ്മൾ വിളിച്ചു. അങ്ങനെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നേ? ബ്രൗൺ എനർജി. എന്തെന്ന് വിളിക്കുന്നു? ബ്രൗൺ എനർജി എന്ന് വിളിക്കുന്നു എന്ന് ഓർത്തിരിക്കണം കേട്ടോ. എന്തെന്ന് വിളിക്കുന്നു? ബ്രൗൺ എനർജി എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും ഉണ്ടല്ലോ. എന്താണ് ഈ ഊർജ്ജ സ്രോതസ്സുകളെ? പരമ്പരാഗത ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് വിളിക്കുന്നത്. അങ്ങനെയും ചോദ്യം വന്ന് നമ്മൾ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കരുത്. ഊർജ്ജ സ്രോതസ്സുകളെ മറ്റൊരു രീതിയിലും തരംതിരിക്കുന്നതാണ് എന്ത്? ഒന്ന് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സും മറ്റൊന്ന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും. അതായത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് ഏത്? നമ്മുടെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ. അത് ഏതൊക്കെയാ? നമ്മുടെ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഒക്കെ എന്താണ്? അതൊക്കെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ.
ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഗതാഗതത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. ഗതാഗതം നമുക്കറിയാം എത്ര രീതിയിലുള്ള ഗതാഗതമാണ് മുഴുവൻ ഉള്ളത്. റോഡ് ഗതാഗതം, ജലഗതാഗതം, വ്യോമ ഗതാഗതം, റെയിൽ ഗതാഗതം. അതിൽ ഓരോന്നും നമുക്ക് പഠിക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന റോഡ് ഗതാഗതത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഈ എപ്പോഴും ഈ ഒരു ഗതാഗതത്തിൽ എപ്പോഴും ചോദിക്കുന്ന ഒന്നുണ്ട്, സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ. എന്താണ് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്ട് ആണ് ഏത്? സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ. ഈ പ്രൊജക്റ്റില് ഏതൊക്കെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ മഹാനഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? പഠിച്ചോളോട്ട് ഇത് ഉറപ്പായിട്ടും ചോദിക്കും. ഡൽഹി, കൊൽക്കത്ത, അതുപോലെ തന്നെ മുംബൈ, പിന്നെയോ ചെന്നൈ. അപ്പൊ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ഈ മെഗാ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊജക്ട് ആണ് ഇത്? സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത് കേട്ടോ. ഈ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്ത് അടൽ ബിഹാരി വാജ്പേയി ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ ദേശീയപാത ചോദിക്കുവാണെങ്കിലോ NH44 ആണ് കേട്ടോ. NH44 ആണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത എന്ന് ഓർത്തിരുന്നോളണം കേട്ടോ. ഇപ്പൊ ഇന്ത്യൻ ഗതാഗതത്തെ നമ്മൾ പാതകളെ എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട്? ദേശീയ പാതകൾ രാജ്യത്തെ നീളത്തിന് വീതിയിൽ കടന്നു പോകുന്ന പ്രധാന ഹൈവേകളാണ്. പ്രധാനപ്പെട്ട തുറമുഖങ്ങളെയും മെഗാ നഗരങ്ങളെയും വിദേശ ഹൈവേകളെയും വ്യാവസായിക കേന്ദ്രങ്ങളെയും ജംഗ്ഷനുകളെയും സംസ്ഥാന തലസ്ഥാനങ്ങളെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ദേശീയ പാതകൾ. അപ്പൊ ഈ ദേശീയ പാതകളിൽ നമ്പറുകൾ നൽകിയിരിക്കുള്ളൂ. ഉദാഹരണം പറയുന്നത് NH എന്ന് പേര് ചേർത്തിട്ടാണ്, നാഷണൽ ഹൈവേ NH എന്ന് പേര് ചേർത്തിട്ടാണ് ഇതിനകത്ത് പേര് നൽകിയിരിക്കുന്നത്. ഇനി സംസ്ഥാന പാതകളോ ദേശീയ പാതകളെയും സംസ്ഥാനങ്ങളെയും എല്ലാം ആസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? സംസ്ഥാന പാതകൾ. ഇനി ജില്ലാ റോഡുകൾ എന്ന് പറഞ്ഞാലോ ജില്ലയിലെ പ്രധാന പട്ടണങ്ങളെയും പ്രധാനപ്പെട്ട ഹൈവേകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ജില്ലാ റോഡുകൾ. ഗ്രാമീണ റോഡുകളാണെങ്കിലോ പ്രധാനപ്പെട്ട ഗ്രാമങ്ങളെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ഗ്രാമീണ റോഡുകളും വരുന്നത് കേട്ടോ. ഇനി നീളം കൂടിയതും സൈക്കിൾ ഹൈവേ താഴെ പറഞ്ഞ ഏത് സംസ്ഥാനത്തെ തുറന്നു കൊടുത്തത്? ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി. അപ്പൊ നമ്മൾ റോഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കി, നമുക്ക് ജലഗതാഗത അതോറിറ്റിയെ കുറിച്ച് നോക്കാം കേട്ടോ. ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം ചോദിക്കുവാണെങ്കിൽ ഏത് വർഷമാണെന്ന് അറിയാമോ? ഇന്ത്യയില് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് 1900. ബോർഡർ റോഡ് ഓർഗനൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം ചോദിക്കുവാണെങ്കിൽ 1960 മെയ് 7-നാണ്. 1960 മെയ് 7-നാണ് കേട്ടോ. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. 102 ദേശീയപാതകളാണ് മഹാരാഷ്ട്രയ്ക്കുള്ളത്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മേഘാലയ. ഏതാണ്? മേഘാലയാണ്. മേഘാലയയിലൂടെ എത്ര എണ്ണാണ് കടന്നു പോകുന്നത്? 5 എണ്ണാണ് കേട്ടോ കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം അത് ചോദിക്കുവാണെങ്കിൽ ഡൽഹിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേന്ദ്ര പ്രദേശം ഡൽഹിയാണ്. 12 എണ്ണം. എത്രയാണ്? 12 എണ്ണമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജലഗതാഗതത്തെ കുറിച്ചാണ് കേട്ടോ. ജലഗതാഗതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജലഗതാഗതം ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ഏത്? ജലഗതാഗതം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ജലഗതാഗതത്തിന്റെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഉൾനാടൻ ജലഗതാഗതവും മറ്റൊന്ന് സമുദ്ര ജലഗതാഗതവും. അതായത് റെയിൽ പാതയുടെ വരവിന് മുമ്പ് നമ്മൾ സ്വീകരിച്ചിരുന്ന മാർഗമായിരുന്നു ഇത് ഗതാഗത മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി, അതായത് ഉൾനാടൻ ജലപാത അതോറിറ്റി നിലവിൽ വന്നത്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്ന എന്നാ 1986-ലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ചോദിക്കുകയാണെങ്കിൽ നാഷണൽ വാട്ടർവേ 1 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 1 ആണ്. ദേശീയ ജലപാത നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2016 മാർച്ച് 15-നാണ് കേട്ടോ. 2016 മാർച്ച് 15-നാണ്. അപ്പൊ ഈ നിയമം അനുസരിച്ച്, അതായത് 2016 ഏപ്രിൽ 12 നിലവിൽ 25-നാണ് നിയമത്തിന് അംഗീകാരം ലഭിക്കുന്നത്. 2016 ഏപ്രിൽ 12-നാണ് നിയമം നിലവിൽ വരുന്നത്. മാർച്ച് 15-ന് അംഗീകാരം ലഭിച്ചെങ്കിലും ഏപ്രിൽ 12-നാണ് കേട്ടോ ഈ നിയമം നിലവിൽ വരുന്നത്. ഈ നിയമം നിലവിൽ വന്നതിനനുസരിച്ച് നിയമപ്രകാരം 111 ദേശീയ ജലപാതകളാണ് മൊത്തം ഉള്ളത്. എത്ര എണ്ണം ഉണ്ട്? 111 ദേശീയ ജലപാതകളാണ്
മൊത്തം ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് 6 പ്രധാനമായിട്ടുള്ളത് എത്രയൊക്കെയാ? 6. ഒന്ന് ഏതൊക്കെയാ? നാഷണൽ വാട്ടർവേ 1 എവിടെ മുതൽ എവിടെ വരെയാ? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. എവിടെ മുതൽ എവിടെ വരെയാ? നാഷണൽ വാട്ടർവേ 1 വരുന്നത് അലഹബാദ് മുതൽ, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലഹബാദ് മുതൽ എവിടെ വരെയാ? ഹാൽഡിയ വരെ. നാഷണൽ വാട്ടർവേ 2 ആണെങ്കിലോ സാദിയ മുതൽ ദുബ്രി വരെ. നാഷണൽ വാട്ടർവേ 3 ആണെങ്കിലോ കൊല്ലം മുതൽ കോഴിക്കോട് വരെ. ഇനി നാഷണൽ വാട്ടർവേ 4 ആണെങ്കിലോ അത് കാക്കിനട മുതൽ പുതുച്ചേരി വരെ. നാഷണൽ വാട്ടർവേ 5 താൽച്ചർ പാരദീപ്. ദെൻ നാഷണൽ വാട്ടർവേ 6 ആണെങ്കിലോ ലക്കിപൂർ പങ്ക. അങ്ങനെ 6 പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഈ ഒരു നാഷണൽ വാട്ടർവേയില് ഉള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നാഷണൽ വേ 1 മുതൽ 1 ഏതാ? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. നാഷണൽ വാട്ടർവേ 2 സാദിയ മുതൽ ദുബ്രി വരെ. നാഷണൽ വാട്ടർവേ 3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ. നാഷണൽ വാട്ടർവേ 4 കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. ഇനി നാഷണൽ വാട്ടർവേ 5 തൽച്ചർ മുതൽ പാരദീപ് വരെ. നാഷണൽ വാട്ടർവേ 6 ലക്കിപ്പൂർ മുതൽ പങ്ക വരെ. അപ്പൊ ഇത്രയും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഈസ്റ്റ് വെസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയപാത അത് ചോദിക്കുവാണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ, ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് കേട്ടോ, വെസ്റ്റ് അല്ല. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത 3 കേട്ടോ. അപ്പൊ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത 5 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത 3 ഓർത്തിരിക്കുക. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയാണ്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം ഏതാണ്? നോയിഡയാണ്. നോയിഡ എവിടെയാ? ഉത്തർപ്രദേശിലെ നോയിഡയാണ് കേട്ടോ. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്തയാണ്. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് കൊൽക്കത്തയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങൾ എത്രയാന്ന് ചോദിക്കുന്നത് 13 മേജർ തുറമുഖങ്ങളാണ് കേട്ടോ ഇന്ത്യയിലുള്ളത്. 13ാമത് വന്ന മേജർ തുറമുഖം ഏതാ? പോർട്ട് ബ്ലെയർ ആണ്. 2010 കേട്ടോ വന്നത്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 13ാമത് വന്ന മേജർ തുറമുഖം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. 13ാമതായിട്ടാണ് നിലവില് വന്നിട്ടുള്ളത്. റെയിൽ ഗതാഗതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇന്ത്യയിലെ റെയിൽ ഗതാഗതം തുടക്കം കുറിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ഡൽഹൌസി പ്രഭു ആണ് കേട്ടോ. ഇന്ത്യയിലെ റെയിൽ ഗതാഗതം തുടക്കം കുറിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യയുടെ ജീവനാഡി എന്നാണ് എന്തറിയപ്പെടുന്നത്? ഇന്ത്യൻ റെയിൽവേ അറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നു. ഫോലു എന്ന് പറയുന്ന ആനക്കുട്ടിയാണ് റെയിൽവേയുടെ ഭാഗ്യചിഹ്നം. ഫോലു എന്ന് പറയുന്ന ആനക്കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഈ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഏത്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏത് വർഷം ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്? 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത് കേട്ടോ. ഇന്ത്യൻ റെയിൽവേ ലൈനോട് ദൈർഘ്യമേറിയുള്ള സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ ഉത്തർപ്രദേശാണ് ഇന്ത്യൻ റെയിൽവേയുടെ എന്താണ് ലൈനിന്റെ ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യം മൊത്തമുള്ള നിലവിൽ വന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കപ്പെട്ടത് 1890 കേട്ടോ. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കപ്പെട്ടത് എന്നാണ്? 1890 കൂടി ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ വന്ദേ ഭാരത് എക്സ്പ്രസ്, നമ്മളിപ്പോ റെയിൽവേ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യമായി 180 ഡിഗ്രി കറങ്ങുന്ന സീറ്റുകൾ ലഭ്യമാക്കിയ ട്രെയിൻ. ഇതിൽ ആദ്യമായി 180 ഡിഗ്രി കറങ്ങുന്ന സീറ്റുകൾ ലഭ്യമാകുന്ന ട്രെയിൻ കൂടിയാണ് ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇതിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ഏതാ? അത് ഡൽഹിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. രാജ്യത്തെ ആഴമേറിയ ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? പൂനെയാണ് കേട്ടോ. ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഭൂഗർഭ ജല റെയിൽവേ വന്നത് എവിടെയാണ്? നമ്മുടെ പൂനെയിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് വ്യോമഗതാഗതമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാ? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേട്ടോ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് 1911 എന്നാണ്? 1911 വ്യോമഗതാഗതത്തിന്റെ പ്രധാന വ്യവസായങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയില് വ്യവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണെന്നറിയാമോ? ലോകത്ത്, ഇന്ത്യയിലല്ല ലോകത്ത്, അത് ഇംഗ്ലണ്ട് ആണ് കേട്ടോ. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് വ്യവസായിക വിപ്ലവം 18ാം നൂറ്റാണ്ടില് ആരംഭിക്കുന്നത്. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ആരാണ്?
ജംഷഡ്ജി ടാറ്റയാണ് ആധുനിക വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. 2ാം സ്ഥാനം ആർക്കാണെന്നറിയാമോ? 2ാം സ്ഥാനം പരുത്തിയിൽ ചൈനയ്ക്കാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമാകുന്നത് 1818 ഇന്ത്യയിൽ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമാകുന്നത് എന്നാണ്? 1818 എവിടെയാ? പോർട്ട് ക്ലസ്റ്റർ കൊൽക്കത്തയിലെ പോർട്ട് ക്ലസ്റ്ററിലാണ് ആദ്യമായിട്ട് 1818 എന്ത് ചെയ്യുന്നത്? തുണിമില്ല് സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് എവിടെയാ? മുംബൈയിലാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള തുണിമില്ല് സ്ഥാപിതമായത്. എന്ന് 1854 എന്നാണ്? 1854 കൂടി ഓർക്കുക കേട്ടോ. ഇന്ത്യയിൽ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് ഏതാ? പാനിപ്പത്താണ്. ഹരിയാനയിലെ പാനിപ്പത്താണ് ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാണ്? മുംബൈ ആണ് കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ്? മുംബൈ ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നഗരം ഏതാ? നഗരം ചണമാണ്. നാരിനം കേട്ടോ. നഗരമല്ല, നാരിനം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാരിനം ഏതാ? ചണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നതും ചണം ഉൽപ്പാദിപ്പിക്കുന്നതും ലോകത്ത് 1ാം സ്ഥാനം ആർക്കാ? ഇന്ത്യക്കാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അത് പശ്ചിമ ബംഗാൾ ആണ് കേട്ടോ. ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഇനി പഞ്ചസാര വ്യവസായത്തിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് കേട്ടോ. അപ്പൊ ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നാ എന്തറിയപ്പെടുന്നേ? ഉത്തർപ്രദേശ് അറിയപ്പെടുന്നത്. എന്താണ്? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം. ഇനി പട്ടുനൂൽ അല്ലെങ്കിൽ സിൽക്ക് വ്യവസായത്തിലേക്ക് വരുമ്പോൾ പട്ടുനൂൽ വ്യവസായത്തിൽ 1ാം സ്ഥാനം ചൈനയ്ക്കാണ്, 2ാം സ്ഥാനം ഇന്ത്യക്കാണ് കേട്ടോ. പട്ടുനൂൽ വ്യവസായത്തില് ചൈനയ്ക്ക് 1ാം സ്ഥാനവും ഇന്ത്യക്ക് 2ാം സ്ഥാനവുമാണ്. പട്ടുനൂൽ വ്യവസായത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അത് കർണാടകയാണ് കേട്ടോ. ഏതാണ്? കർണാടകയാണെന്ന് ഓർക്കുക. ഏതാണ്? കർണാടകയാണ് കേട്ടോ. ഇനി തേയില വ്യവസായം പറയുവാണെങ്കിൽ തേയിലയില് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ആസാമാണ്. ആസാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണെന്നറിയാമോ? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും ധാതു അധിഷ്ഠിത വ്യവസായമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറയുമ്പോൾ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാ? ഇരുമ്പയിര്, കൽക്കരി, മാഗ്നൈസ്, ചുണ്ണാമ്പുകല്ല്, ഡോളോമൈറ്റ് ഒക്കെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ട് വരുന്നിട്ടുള്ള പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളാണ്. ഇനി തേയില വ്യവസായത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലേ? ആസാമാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? കൽക്കരിയാണ് കേട്ടോ. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു ചോദിക്കുവാണെങ്കിൽ അത് ഏത് വരും? അത് കൽക്കരിയാണെന്ന് ഓർത്തിരുന്നോളണം കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞു. ഇനി തേർഡ് വരുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. അപ്പൊ 2ാമത്തെ സെക്ഷൻ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കി. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 10th പ്രിലിംസ് 2025 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് റിവിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളെല്ലാം ഒന്ന് ക്വിക്കായിട്ട് നോക്കി പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ സ്വാതന്ത്ര്യം ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി പോകാം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ടുള്ള അതിൽ ഫസ്റ്റ് വൺ ബ്രഹ്മസമാജമാണ് കേട്ടോ. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാ? ആരുടേതാണ് ബ്രഹ്മസമാജം? നമ്മുടെ രാജാറാം മോഹൻ റോയുടെയാണ് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാണ് ആര്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ്, അതുപോലെ ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ. എന്താണ്? ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ്. അതുപോലെ തന്നെ സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായകനാണ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹം സ്ഥാപിച്ചതാണ് ഏത്?
ബ്രഹ്മസമാജം. ഏത് വർഷമാണെന്നറിയാമോ? 1828 അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് കേട്ടോ. ഈ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്നൊരു പുനർനാമകരണം ചെയ്യപ്പെട്ടത്, അതായത് ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ ബ്രഹ്മസഭ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത്. ഈ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്നാക്കിയത് 1830 കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ ഇനി അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് തത്വബോധിനി സഭയാണ് കേട്ടോ. തത്വബോധിനി സഭ. തത്വബോധിനി സഭ ആരുടേതാണ്? ദേവേന്ദ്രനാഥ ടാഗോറിന്റേതാണ് കേട്ടോ. ആരുടേതാണ് തത്വബോധിനി സഭ? ദേവേന്ദ്രനാഥ ടാഗോറിന്റേതാണ് തത്വബോധിനി സഭ. ഈ തത്വവർജിനി സഭ എന്നായിരുന്നു ആദ്യകാലത്ത് നാമം. പിന്നീടാണ് തത്വബോധിനി സഭ എന്ന് ആക്കിയത്. ഇത് സ്ഥാപിക്കപ്പെട്ടത് 1839 ഒക്ടോബർ 6 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഇതിന്റെ ഈ ഒരു രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഈ ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പ്രസിദ്ധീകരണം തത്വബോധിനി പത്രികയാണ് കേട്ടോ. ഏതാണ്? തത്വബോധിനി പത്രികയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് പ്രാർത്ഥനാ സമാജമാണ് കേട്ടോ. ഏതാണ്? പ്രാർത്ഥന സമാജം. പ്രാർത്ഥന സമാജം അതെന്നാ രൂപീകരിക്കപ്പെട്ടത്? 1867 പ്രാർത്ഥനാ സമാജം രൂപീകരിക്കപ്പെട്ടത്. സ്ഥാപകൻ ഡോക്ടർ ആത്മുരാം പണ്ടുരക്ക്. ആരാണ്? ഡോക്ടർ ആത്മുരാം പണ്ടുരക്കാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ. 1867 ഇത് സ്ഥാപിതമായതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. പ്രാർത്ഥനാ സമാജം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രയർ സൊസൈറ്റി എന്ന് കേട്ടോ. പ്രയർ സൊസൈറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. മറ്റൊന്ന് വേദ സമാജമാണ്. ഏതാണ്? വേദ സമാജം. വേദസമാജം എന്ന് രൂപീകരിക്കപ്പെട്ടത് 1864 വേദസമാജം രൂപീകരിക്കപ്പെട്ടത്. സ്ഥാപിതമായത് മദ്രാസിലാണ് കേട്ടോ. എവിടെയാണ് സ്ഥാപിതമായത്? മദ്രാസിലാണ് സ്ഥാപിതമായതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി പൂനെ സാർവജനിക് സഭയാണ്. പൂനെ സാർവജനിക് സഭ. എന്താണ് പൂനെ സാർവജനിക് സഭയുടെ പ്രത്യേകത? മഹാദേവ് ഗോവിന്ദ റണാൾഡെയാണ് സ്ഥാപകൻ. ആരാണ്? മഹാദേവ് ഗോവിന്ദ റണാൾഡെയാണ് സ്ഥാപകൻ. സ്ഥാപിതമായത് 1870 ഏപ്രിൽ 2 എന്നാണ്. 1870 ഏപ്രിൽ 2 കേട്ടോ. ഈ പൂനെ സാർവജനിക് സഭയിൽ അംഗമായിരുന്ന ദേശീയ നേതാവ് ബാലഗംഗാധര തിലകാണ്. പൂനെ സാർവജനിക് സഭയിൽ അംഗമായിരുന്ന ദേശീയ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി ദേവസമാജ്. ദേവസമാജ്. ദേവസമാജ് ആരുടേതാണ്? ദേവസമാജ് 1887 കേട്ടോ സ്ഥാപിതമായത്. ലാഹോറിൽ വച്ചിട്ടാണ് സ്ഥാപിതമായത്. നെക്സ്റ്റ് സത്യശോധക് സമാജാണ്. സത്യശോധക് സമാജ് ആരുടേതാണ്? സത്യശോധക് സമാജ് എന്ന് പറയുന്നത് ജ്യോതിറാവ് ഫുലെയുടെയാണ് കേട്ടോ. ആരുടേതാണ്? ജ്യോതിറാവ് ഫുലെയുടെ ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി അലിഗഡ് സൊസൈറ്റി ആണ്. അലിഗഡ് സൊസൈറ്റി ആരുടേതാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാന്റേതാണ് അലിഗഡ് സൊസൈറ്റി. അലിഗഡ് സൊസൈറ്റി സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1875. എന്താണ്? 1875. നെക്സ്റ്റ് വൺ തിയോസഫിക്കൽ സൊസൈറ്റി ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകൃതമായതും ഏത് വർഷം തന്നെയാണെന്ന് അറിയാമോ? 1875 തന്നെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകൃതമായതും. ആനി ബസന്റേതാണ് കേട്ടോ. ആരുടേതാണ്? ആനി ബസന്റേതാണ്. നെക്സ്റ്റ് ആര്യ സമാജമാണ്. ആര്യസമാജം ആരുടേതാ? സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്. ആര്യസമാജം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്. 1875 ഈ ആര്യസമാജം സ്ഥാപിതമാകുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ആരുടേതാണ്? സ്വാമി വിവേകാനന്ദന്റേതാണ് രാമകൃഷ്ണ മിഷൻ. 1897 രാമകൃഷ്ണ മിഷൻ രൂപീകൃതമായതെന്ന് കൂടി മറക്കാതെ ഓർത്തിരുന്നോളൂ കേട്ടോ. ഇനി ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം ആരുടേതാണ്? വീരേശലിംഗ പന്തുലുവിന്റേതാണ് ഹിതകാരിണി സമാജം. 1906 രൂപീകൃതമായത്. മറ്റൊന്ന് ഹിന്ദു മഹാസഭയാണ്. മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയുടെയാണ് ഹിന്ദു മഹാസഭ. 1907 രൂപീകൃതമായതെന്ന് കൂടി ഓർത്തിരുന്നോളൂ കേട്ടോ. ഇനി ദേശീയ പ്രസ്ഥാനങ്ങൾ. ദേശീയ പ്രസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഏതാണ്? INC. INCയുടെ ഫുൾ ഫോം എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. 1885 ഡിസംബർ 28 എന്നാണ്. 1885 ഡിസംബർ 28 രൂപീകൃതമായത്. ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ ഒരു പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ ആണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ പ്ലേഗ് എന്ന രോഗത്തെ തുടർന്ന് അത് ബോംബെയിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്ന് കൂടി ഒന്ന്
ഓർത്തിരുന്നോളണം കേട്ടോ. ഇനി നമ്മൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ഒന്ന് നോക്കണം. ഇംഗ്ലീഷ് സംസാരിക്കരുടെ സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന, ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നറിയപ്പെട്ടത് ഡഫ്രിൻ പ്രഭു ആണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത്. ഇനി യാചകരുടെ സംഘടന, അരബിന്ദ ഘോഷാണ് യാചകരുടെ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിശേഷിപ്പിച്ചത്. വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. പ്ലെയിൻ വിത്ത് ബബിൾസ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് എന്താണ് ബിപിൻ ചന്ദ്രപാലാണ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതെന്ന് നാഷണൽ കോൺഗ്രസിന് അഭിപ്രായപ്പെട്ടത് പട്ടാഭി സീതാരാമയ്യാണ്. അവധിക്കാല വിനോദ പരിപാടി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതും ബാലഗംഗാധര തിലകാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ഡഫ്രിൻ പ്രഭു ആയിരുന്നെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ ഓൾറെഡി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1829 ലാഹോർ സമ്മേളനത്തെ കുറിച്ച് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് 1929 ലാഹോർ സമ്മേളനത്തെ കുറിച്ചിട്ടാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ലാഹോർ സമ്മേളനത്തിലാണ്. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ലാഹോർ സമ്മേളനത്തിലാണ്. 1929 ഡിസംബർ 30 ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തിയത് ഈ ലാഹോർ സമ്മേളനത്തിലാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതും 1929 ലാഹോർ സമ്മേളനത്തിലാണെന്ന് കൂടി ഓർത്തിരുന്നോളണം കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ്? A.F. ഹ്യൂ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണെങ്കിലോ W.C. ബാനർജി. W.C. ബാനർജി ആണ് നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി പ്രസിഡന്റ് കേട്ടോ. നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി ദാദാഭായ് നവറോജിയാണ് കേട്ടോ. നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? C. ശങ്കരൻ നായരാണ്. അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത്. 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ചോദിക്കുവാണെങ്കിലോ W.C. ബാനർജി. 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? W.C. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശ വനിതയും ആനി ബസന്റ് തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. അപ്പൊ ഓർക്കണേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആനി ബസന്റ് ആണ്. ആനി ബസന്റ് പക്ഷെ ഒരു വിദേശീയ വനിതയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ്? അത് സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് സ്വദേശി പ്രസ്ഥാനമാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ബംഗാൾ 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായി വന്ന പ്രസ്ഥാനമാണ് ഏത്? സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനത്തെ. ബംഗാളിലെ പ്രമുഖ നേതാക്കൾ അരവിന്ദ ഘോഷ്, PC റോയ്, രവീന്ദ്രനാഥ ടാഗോർ എന്നിവരാണ് പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് വന്നത്. ഇനി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായത് 1906 ഡിസംബർ 30 ആദ്യമായിട്ട് രൂപീകൃതമായത്. വേദി ധാക്കയാണെന്ന് കൂടി ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഹോം റൂൾ പ്രസ്ഥാനം. ഇന്ത്യക്ക് സ്വരാജ്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. 1916 എന്നാണ് 1916 പ്രധാനപ്പെട്ട നേതാക്കൾ ചോദിക്കുവാണെങ്കിൽ ആനി ബസന്റും ബാലഗംഗാധര തിലകുമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി തീവ്രവാദ ദേശീയതയും തീവ്ര ദേശീയതയെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. തീവ്ര ദേശീയ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാ? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്. ഇവരെയാണ് എന്തെന്ന് പേരിൽ അറിയപ്പെടുന്നത്? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്. അപ്പൊ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ആരൊക്കെയാ? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാല്, ബാലഗംഗാധര തിലക്. ഇനി മിതവാദി ദേശീയയുടെ പ്രധാനപ്പെട്ട നേതാക്കളോ? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവരാണ് മിതവാദ ദേശീയതയുടെ പ്രധാനപ്പെട്ട നേതാക്കള്. അപ്പൊ തീവ്ര ദേശീയതയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാ? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്. അത് ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്. ഇനി മിതവാദ ദേശീയയുടെ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഇനി നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് നോക്കാട്ടോ. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന 1917 എന്നാണ്. 1917 എന്ത് നടക്കുന്നത്?
ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണിത്. ബീഹാറിലാണ് നടക്കുന്നത്. എവിടെയാണ്? ബീഹാറിലാണ്. എന്താണ്? നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തതിനെതിരെയാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്നിട്ടുള്ളത് കേട്ടോ. പ്രധാനപ്പെട്ട നേതാവ് രാജ്കുമാർ ശുക്ലയായിരുന്നു, കൂടി ഓർക്കുക. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കപ്പെട്ടത് 2017 കേട്ടോ. അടുത്തത് അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്നത് എന്നാ? 1918 എന്നാണ്. 1918 അഹമ്മദാബാദ് മിൽ സമരം നടന്നത്. ഇനി ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ആദ്യത്തെ നിരാഹാര സമരം, ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം. ആദ്യ സമരം ചോദിക്കുവാണെങ്കിൽ ചമ്പാരനാണ് ഗാന്ധി നേതൃത്വത്തിൽ. പക്ഷെ നിരാഹാര സമരമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം. പ്ലേഗ് ബോണസിനെ തുടർന്ന് ആണ് ഈ ഒരു സമരം ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് കേദ സത്യാഗ്രഹമാണ്. അതും 1918 തന്നെ നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കള് ഏതൊക്കെയാണ്? സർദാർ പട്ടേലും അതുപോലെ ഇന്ദുലാൽ ഗായനിയും മഹാത്മാഗാന്ധിയും ഒക്കെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം 1919 കാലഘട്ടങ്ങളില് മുതൽ 20 കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം കേട്ടോ. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ചോദിക്കുവാണെങ്കിൽ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹിനി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് അതായതായിരുന്നു മഹാത്മാഗാന്ധി. ഖിലാഫത്ത് പ്രസ്ഥാനം ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ചോദിക്കുവാണെങ്കിൽ ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മലബാർ കലാപമാണ് കേട്ടോ. മലബാർ കലാപമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ബന്ധപ്പെട്ട് 1921 കേരളത്തിൽ നടന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഒന്നാം ലോകം എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാവാനുള്ള കാരണം? ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതിപ്പെടുത്തുന്നതിന് പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയായിരുന്നു ഇത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട് വരുന്നത്. എന്തായിരുന്നു റൗലറ്റ് ആക്ട്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന നിയമമായിരുന്നു ഈ ഒരു റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണം റൗലറ്റ് നിയമമായിരുന്നു. റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ സി ശങ്കരൻ നായരാണ് കേട്ടോ. റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് ആര്? സി ശങ്കരൻ നായർ എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഈ റൗലറ്റ് നിയമപ്രകാരം കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒന്നും സാധിക്കില്ല. എന്തിനാണ് ഈ റൗലറ്റ് നിയമം വന്നത്? അതായത് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് അനീതിയും ഇവിടെ പ്രവർത്തിക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയെ റൗലറ്റ് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യും. അയാൾ എവിടെയാണോ കൊണ്ടുപോകുന്നതെന്നോ ഏത് കോടതിയിലാണോ ഹാജരാക്കുന്നതെന്നോ അയാൾക്കെതിരെ എന്ത് കുറ്റമാണ് ചുമത്തിയിരിക്കുന്നതെന്നോ എവിടെയാണ് അപ്പീൽ നൽകേണ്ടത് തുടങ്ങിയ ഒരു കാര്യങ്ങളും ഇവർ വെളിപ്പെടുത്തില്ല. ഇയാളെ കൊണ്ടുപോയി കഴിഞ്ഞ പിന്നെ ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് പോലും നമുക്കറിയില്ല. അത്തരത്തിലുള്ള ഒരു നിയമമാണ് റൗലറ്റ് നിയമം. 1919 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഈ നിയമപ്രകാരം ബ്രിട്ടീഷുകാർ എന്താ ഉദ്ദേശിച്ചത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരൊന്നും വായു ഉയർത്തരുത്. ഉയർത്തി കഴിഞ്ഞാൽ ഈ റൗലറ്റ് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യും. അത് പേടിച്ച് എല്ലാവരും മിണ്ടാതിരിക്കുമെന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയത്. റൗലറ്റ് നിയമത്തെ കരി നിയമം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണം റൗലറ്റ് നിയമമാണ്. ഈ റൗലറ്റ് നിയമപ്രകാരം സൈഫുദ്ദീൻ കിച്ലുവിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത പ്രചരിക്കുകയും അങ്ങനെ ഒരു കൂട്ടം ആളുകള് ഈ ഒരു ജാലിയൻ വാലാബാഗ്, അതായത് ഈ ഒരു സ്ഥലത്തേക്ക് പഞ്ചാബിലെ അമൃത്സറിലേക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകള് ചെല്ലുകയും ഈ കൂട്ടം ആളുകൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്ത സംഭവമാണ് ജാലിയൻ വാല കൂട്ടക്കൊല. 350 പരം ആളുകൾ ആ ഒരു സംഭവത്തിൽ വെടിയേറ്റ് മരിച്ചു എന്ന് കണക്കുകൾ പറയുന്നു. പക്ഷെ 1000-ൽ മുകളിൽ ആളുകൾ മരണപ്പെട്ടെന്ന് അനൗദ്യോഗിക കണക്കുകളും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ജാലിയൻ വാല കൂട്ടക്കൊലയ്ക്ക് കാരണം എന്താണ്? റൗലറ്റ് നിയമമാണ്. ഇത് എവിടെ നടന്നേ? പഞ്ചാബിലെ അമൃത്സറിലാണ് നടന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം കൊടുത്തത് സൈഫുദ്ദീൻ കിച്ചിലും സത്യപാലുമായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്തു എന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഒരു സമരം നടത്തിയത് കേട്ടോ. അപ്പൊ ഈ ഒരു മൈക്കിൾ ഒ ഡയർ ആയിരുന്നു ഈ ജാലിയൻ വാല കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ, അതായത് ഈ ഒരു വെടിവെക്കാൻ ഉത്തരവ് നൽകിയ വ്യക്തി മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ച് കൊന്ന ആ വ്യക്തിയാണ് ഉധം സിംഗ്. ഇത് ശരിക്കും ഒരു സിനിമ കഥ പോലെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ ജാലിയൻ വാല കൂട്ടക്കൊല നേരിട്ട് കണ്ട ബാലനായിരുന്ന കുട്ടിയായിരുന്നു ഉധം സിംഗ്. അപ്പൊ ഉധം സിംഗ് കാണുവാണ് മൈക്കിൾ ഒ ഡയർ ഈ ആളുകളെ വെടിവെക്കാനായിട്ട് ഫയർ എന്ന് ആഹ്വാനം ചെയ്യുന്നതൊക്കെ കുഞ്ഞിക്കണ്ണിലൂടെ ഉധം സിംഗ് കാണുകയും പിന്നെ ഉധം സിംഗ് വളർന്നു വലുതായി വലിയ പൗരനായ ശേഷം ഈ മൈക്കിൾ ഒ ഡയറിനെ അദ്ദേഹം വെടിവെച്ച് കൊല്ലുകയുമാണ് ചെയ്തത്. പിന്നെ ഈ ഉധം സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നിസ്സഹരണ പ്രസ്ഥാനം. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. അതായത് എല്ലാ കാര്യങ്ങളും
ബഹിഷ്കരിച്ചുകൊണ്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം. അങ്ങനെ നിസ്സഹരണ പ്രസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത എല്ലായിടത്തും കിട്ടുന്നു. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ആളുകൾ പോരാടുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സ്വദേശി അത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്തായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം കൊണ്ട് മഹാത്മാഗാന്ധി ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 1922 ചൗരി ചൗര സംഭവം നടക്കുന്നു. എന്തായിരുന്നു ചൗരി ചൗര സംഭവം? 1922 ഫെബ്രുവരി 5 സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അവിടെ തീയിടുകയും 22 പോലീസുകാര് വെന്തു മരിക്കുകയും ചെയ്ത സംഭവമായിരുന്നു ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് ഈ ഒരുപാട് പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. എവിടെ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനം നിർത്തിവെക്കുന്ന ആളുകളുടെ ആവേശം കുറയ്ക്കുമെന്ന് ഒരു കൂട്ടം ആളുകൾ വാദിക്കുകയും ഗാന്ധിജി എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പിന്നീട് കുറച്ച് ആളുകൾ മാറി ചിന്തിക്കുകയും മറ്റു പല പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനൊക്കെ അത് വഴിത്തിരിവായിട്ട് തീരുകയും ചെയ്തു. പിന്നെ സ്വരാജ് പാർട്ടി വരുന്നു. നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടായ പിൻഭാഗം തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കോൺഗ്രസിന് വിട്ടുപോയ ചില നേതാക്കൾ രൂപീകരിച്ചാണ് സ്വരാജ് പാർട്ടി. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1923 എന്നാണ് 1923 ജനുവരി 1 തീയതിയാണ് എന്ത് ചെയ്യുന്നത്? സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. കാരണം നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് ഒരുപാട് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്രയും കാലം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തെ മഹാത്മാഗാന്ധി ഒരു ദിവസം വന്നിട്ട് പറയുകയാണ്, ഇനി നിസ്സഹരണ പ്രസ്ഥാനം നമ്മൾ നടത്തുന്നില്ല, വേണ്ട എന്ന് വെക്കുന്നു. അപ്പൊ അത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന്റെ പേരിൽ മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്ന് എന്ത് ചെയ്തു? സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയും അലഹബാദിൽ വെച്ച് ആദ്യ സമ്മേളനം നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് സൈമൺ കമ്മീഷൻ ആണ് കേട്ടോ. സൈമൺ കമ്മീഷൻ എന്താണ്? 1919 ഭരണപരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗിക തലത്തിലും പരാജയപ്പെട്ടതിന് കൂടുതൽ ഭരണപരിഷ്കാരം ശുപാർശ ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 1920 നിയമിച്ച കമ്മീഷനാണ് ആര്? സർ ജോൺ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് ഈ ഒരു സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്നത്. സൈമൺ കമ്മീഷൻ അധ്യക്ഷൻ സർ ജോൺ കമ്മീഷൻ ആയിരുന്നു കേട്ടോ. അത് മൊത്തം 7 അംഗസംഖ്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു കൂടി ഓർത്തിരിക്കുക കേട്ടോ. മറ്റൊന്ന് ബർദോളി സത്യാഗ്രഹമാണ്. ബർദോളി സത്യാഗ്രഹം നടന്ന എന്നാ 1928 ബർദോളി സത്യാഗ്രഹം നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. 1928 നികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണേത്? ബർദോളി പ്രക്ഷോഭം കേട്ടോ. അപ്പൊ ഈ ബർദോളി സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പാട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പാട്ടേൽ ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ബർദോളി ഗാന്ധി എന്നാണ് ആരറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നത്. മറ്റൊന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നാ നടന്നേ? 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണേത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണം 1929 ലാഹോർ സമ്മേളനമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധി നേതൃത്വം നടത്തിയുള്ള ഉപ്പ് സത്യാഗ്രഹം എന്താണ്? ആളുകളിലേക്ക് എത്രമാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ചൂഷണം, ഉപ്പിന് പോലും അമിതമായിട്ട് നികുതി ഏർപ്പെടുത്തി തുടർന്നാണ് ഇത്തരത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടന്നത്. ഇനി വട്ടമേശ സമ്മേളനം. 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് 30, 31, 32 കാലഘട്ടങ്ങളിൽ 3 വട്ടമേശ സമ്മേളനം. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജോർജ് അഞ്ചാമനാണെന്ന് ഓർക്കുക. രണ്ടാം വട്ടമേശ സമ്മേളനം വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു വൈസ്രോയി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ഡോക്ടർ BR അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാം കേട്ടോ. 4-മത്തത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ. ഇത്രയും സെക്ഷൻ വരുന്ന 4-മത്തെ ഭാഗം നമുക്കൊന്ന് വേഗം നോക്കി പോകാം. നമുക്ക് ആദ്യം ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും നോക്കാം കേട്ടോ. ഇന്ത്യൻ ഭരണഘടന പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഏത് ഭാഗത്തിലാണ്? പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 2-ലാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്താണ്? ഏക പൗരത്വമാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏക പൗരത്വമാണെന്ന് കൂടി ഓർക്കുക. അപ്പൊ അങ്ങനെ എത്ര ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് വ്യക്തിയെ 5 രീതിയിൽ പൗരത്വം ലഭിക്കും. ഏതൊക്കെയത്? ഒന്ന് ജന്മസിദ്ധമായി ലഭിക്കുന്ന പൗരത്വം. ഒരു വ്യക്തി ഇന്ത്യയിൽ ജനിക്കുന്നു, അതുവഴി ആ വ്യക്തിക്ക് ലഭിക്കുന്ന പൗരത്വം. മറ്റൊന്ന് പിന്തുടർച്ച വഴി ലഭിക്കുന്ന പൗരത്വം. മറ്റൊന്ന് രജിസ്ട്രേഷൻ മുഖാന്തരവും, അതുപോലെ ചിരകാല വാസം മുഖാന്തരവും, പ്രാദേശിക സംയോജനം മൂലവും ഒക്കെ. അങ്ങനെ 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച്
5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നതാണ്. ഇനി പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നിട്ടുള്ളത്? 2019 അല്ലെ? ലോകസഭ പാസാക്കിയത് ഡിസംബർ 10-നും അതുപോലെ തന്നെ രാജ്യസഭ പാസാക്കിയത് ഡിസംബർ 11-നും ദെൻ പൗരത്വ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ 12-നും ദെൻ പ്രാബല്യത്തിൽ വന്നത് ജനുവരി 10 എന്നാണ് പ്രാബല്യത്തിൽ വന്നത് ജനുവരി 10, 2020-ലുമാണ് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്. ഇനി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ. ഏതാണ്? കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലിച്ച് പ്രമേയം പാസാക്കിയത് ഗോവയും പ്രതികൂലിച്ച് പ്രമേയം പാസാക്കിയത് ഏതാണ്? കേരളവുമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് മൗലിക അവകാശങ്ങളെ കുറിച്ച് നോക്കാം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പാട്ടേൽ. സർദാർ വല്ലഭായ് പാട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഈ ഭരണഘടന മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത് ഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3-ലാണ് കേട്ടോ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. മൗലിക അവകാശം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏത് രാജ്യമാണ്? അമേരിക്കയാണ്. ഏതാണ്? അമേരിക്കയാണ് കടം കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടന ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്നാ കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണമുള്ളതൊക്കെ ഏതാണ്? ഭാഗം 3-നാണെന്ന് ഓർക്കുക. ഭരണഘടന ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്നാ കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗം 3-ആണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങൾ 7ആയിരുന്നു. നിലവിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ 6ആണ് കേട്ടോ. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങൾ എത്രയുണ്ട്? 7. നിലവിൽ ഇപ്പോൾ എത്രയുണ്ട്? 6. ഏതാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു നീക്കം ചെയ്ത്? സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെന്ന് ഓർക്കുക. ഇനി സമത്വത്തിനുള്ള അവകാശം വരുന്നത് 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29 മുതൽ 30 വരെയാണ്. ഭരണഘടനാ പ്രതിനിധിക്കുള്ള അവകാശമോ 32 മുതൽ 35 വരെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി നിലവിൽ വന്ന ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കപ്പെട്ട ആർട്ടിക്കിൾ എന്ന് ഉറപ്പായിട്ടും ഓർത്തിരിക്കുക കേട്ടോ. അത് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് റിട്ടുകളെ കുറിച്ച് ഒന്ന് നോക്കാം കേട്ടോ. എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകൾ. ഏതൊക്കെയാ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സോഷ്യോറ്റി, ക്യോ വാറന്റോ എന്നിങ്ങനെ 5 റിട്ടുകളുണ്ട്. അതിൽ ഓരോന്നും എന്താണ് ഹേബിയസ് കോർപ്പസ്? നിയമവിരുദ്ധമായോ നിയമരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാം എന്നതാണ് ഇത് ഹേബിയസ് കോർപ്പസ് അല്ലെ. ശരീരം ഹാജരാക്കുക. എന്ത് ഹാജരാക്കുക? ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ട്. ഒരു വ്യക്തിയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ്. നാം കൽപ്പിക്കുന്നു. എന്താണ്? നാം കൽപ്പിക്കുന്നു. ഒരു വ്യക്തിയോ സ്ഥാപനങ്ങളോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ്. നാം കൽപ്പിക്കുന്നു. എന്താണ്? നാം കൽപ്പിക്കുന്നു. ഇനി പ്രൊഹിബിഷൻ ആണ്. ഒരു കീഴ്ക്കോടതി അധികാരം അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന പ്രാഥമികമായിട്ട് തടയുന്ന റിട്ടാണ് ഇത് പ്രൊഹിബിഷൻ. അപ്പൊ ഒരു കീഴ്ക്കോടതി അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന പ്രാഥമികമായി തടയുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി സോഷ്യോറ്റി ആണ് കേട്ടോ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ട റിട്ട്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഏത്? സോഷ്യോറ്റി. ഇനി ക്യോ വാറന്റോ എന്താണ്? ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വരയ്ക്കും ഒരു വ്യക്തി അയാൾക്ക് എന്താണ്? ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം നിർവഹിക്കും തടയുന്ന റിട്ടാണ് ഏത്? ക്യോ വാറന്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്ന തടയുന്ന റിട്ടാണ് ഏത്? ക്യോ വാറന്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്ന റിട്ട് ഏതാണ്? അത് ക്യോ വാറന്റോ ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ.
അപ്പൊ ഇനി മൗലിക കടമകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A ആണ്. മൗലിക കടമകൾ ഏതാണ്? 51A ആണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകൾ എന്താണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ വർഷം, ഏത് വർഷമാണ് ഉൾപ്പെടുത്തപ്പെട്ടത്? 1976. ഏത് വർഷമാണ്? 1976. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭേദഗതി ചോദിക്കുവാണെങ്കിൽ അത് 42ാം ഭേദഗതിയാണ് കേട്ടോ. ഏതാണ്? 42ാം ഭേദഗതിയാണ്. ഇത് നമുക്ക് ഇന്ത്യയുടെ ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക, ദേശീയ ചിഹ്നത്തെ കുറിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ദേശീയ ഗീതമാണ് കേട്ടോ. ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം, ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം എന്നാണ്? 1950 ജനുവരി 26. 1950 ജനുവരി 24 എന്താണ് ദേശീയ ഗാനമായി, ദേശീയ ഗീതം ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24 ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന രചിച്ചത് ആരാണെന്ന് അറിയാമോ? രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചത്. ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എന്താണ്? ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രചിച്ചിരിക്കുന്ന ഭാഷ ചോദിക്കുവാണെങ്കിൽ ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയിൽ. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. ഇനി ദേശീയഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡ് അറിയാമോ? 52 സെക്കൻഡ് കേട്ടോ. എത്രയാണ്? 52 സെക്കൻഡ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ദേശീയ പതാകയെ കുറിച്ച് നോക്കാം. ദേശീയ പതാകന്റെ അളവിന്റെ അംശബന്ധം എന്താണ്? ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 3:2. എത്രയാണ്? 3:2. ദേശീയ പതാകയുടെ ശില്പി ആരാ? പിംഗലി വെങ്കയ്യ കേട്ടോ. ആരാണ്? പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാകയുടെ ശില്പി. ദേശീയ പതാകയുടെ ശില്പിയായിട്ട് പിംഗലി വെങ്കയ്യയുടെ ജന്മദേശം ചോദിക്കുവാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഏതാണ്? ആന്ധ്രാപ്രദേശ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തി ചോദിക്കുവാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് കൂടി ഓർത്തിരുന്നോളണം കേട്ടോ. അപ്പോ എന്താണ് ദേശീയ പതാക? ദേശീയ പതാക 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. നമ്മുടെ ദേശീയ പതാക എന്നാണ് അംഗീകരിക്കപ്പെട്ടത്? 1947 ഓഗസ്റ്റ് 1 ദേശീയ പതാക അംഗീകരിക്കപ്പെട്ടത് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ അളവ് 3:2 ആണ്. പിംഗലി വെങ്കയ്യാണ് ഇതിന്റെ ശില്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1929 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണെന്ന് കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി അശോക ചക്രത്തിന്റെ അരക്കാലുകളുടെ എണ്ണം. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ അരക്കാലുകൾ എത്രയാ? 24 അരക്കാലുകളാണ് കേട്ടോ. ഏതാണ്? 24 അരക്കാലുകളാണ്. ദേശീയ പതാകയിലെ ഉള്ള കളറുകൾ ഇത് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നത്? നീല നിറം, കുങ്കുമ നിറം. ഈ കുങ്കുമ നിറം എന്തിനാണ്? ധീരത അല്ലെങ്കിൽ ത്യാഗം. ധീരത അല്ലെങ്കിൽ ത്യാഗം. പച്ച നിറാണെങ്കിലോ സമൃദ്ധി, അതുപോലെ ഫലഭൂഷ്ഠിത എന്നിവയൊക്കെയാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത്. വെള്ള നിറമാണെങ്കിൽ സത്യസന്ധത, സമാധാനം എന്നിവയാണ് വെള്ള നിറം സൂചിപ്പിക്കുന്നത്. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാ? എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തില് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് കേട്ടോ. എവിടെ? കർത്തവ്യപഥിൽ. കർത്തവ്യപഥിൽ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാ? ഇന്ത്യൻ പ്രധാനമന്ത്രി. എവിടെ? ചെങ്കോട്ടയിലാണ് കേട്ടോ. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യൻ പതാക നിയമം, ദേശീയ പതാകയുടെ ഉപയോഗത്തെ കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് ചോദിക്കുകയാണെങ്കിൽ 2002 ജനുവരി 26 കൂടി ഓർക്കുക. 2002 ജനുവരി 26 ഓർത്തിരിക്കണം കേട്ടോ. ഭരണഘടന നിർമ്മാണ സഭയുടെ ദേശീയ പതാക രൂപകൽപ്പന അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് കൂടി ഓർത്തിരുന്നോളണം. അതിന്റെ കൂടെ നിങ്ങൾ ഇത് കൂടി കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇത് നമുക്ക് ദേശീയ ഗീതത്തെ കുറിച്ച് പഠിക്കാം കേട്ടോ. ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ്? ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് കേട്ടോ.
ദേശീയ ഗീതം ഏതാ? വന്ദേ മാതരം. വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ബാങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചത്. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ്, ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അതുപോലെ അദ്ദേഹം ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം അദ്ദേഹത്തിന്റെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് എടുത്തത്. ആനന്ദമഠം എന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1882 ആനന്ദമഠം പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള ബാങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ഏത്? ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവൽ രചിച്ചിട്ടുള്ളത് സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി. എന്നാണ്? സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. വന്ദേ മാതരം രചിക്കപ്പെട്ടത് ഏത് ഭാഷയിലാണ് ചോദിക്കുവാണെങ്കിലോ ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണെന്ന് കൂടി ഓർക്കുക. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാ? വന്ദേ മാതരമാണ് അല്ലെ. ആരത് എഴുതിയേക്കുന്നേ? ബാങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളതെന്ന് ഓർക്കുക. 1882 ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണെന്ന് ഓർക്കുക. ദേശീയ ഗീതമായി ഇത് അംഗീകരിച്ചത്, വന്ദേ മാതരത്തെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24 കൂടി കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ് ആണ് കേട്ടോ. എത്രയാണ്? 65 സെക്കൻഡ് ആണ് ഇത് ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ദേശീയ ഗാനമാണെങ്കിലോ 52 സെക്കൻഡുമാണ് കേട്ടോ. അങ്ങോട്ടും മാറിപ്പോകാതെ ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഒരു കാര്യം ഓർത്തിരിക്കുക, ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്, ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ദേശീയ ഗാനം ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24. ഇനി ദേശീയ ഗീതം ഭരണഘടനാ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ മുദ്ര എന്താണ് നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 26 ഓർത്തിരുന്നേനെ. ഇനി ഇന്ത്യയുടെ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ പൈതൃക മൃഗം എന്ന് പറയുന്നത് ആനയാണ്. ആനയാണ് ഇന്ത്യയുടെ പൈതൃക മൃഗം. ഇന്ത്യയുടെ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യയുടെ ദേശീയ മുദ്രയില് ആന, കാള, സിംഹം, അതുപോലെ കുതിര. ആന, കാള, സിംഹം, കുതിര എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഇനമായ സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26 കേട്ടോ. 1950 ജനുവരി 26. ദേശീയ ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം എന്താണ്? സത്യമേവ ജയതേ. ഏതാണ്? സത്യമേവ ജയതേ. നമ്മുടെ ദേശീയ നദി ഏതാ? ദേശീയ നദി നമുക്കറിയാം അല്ലെ, ഗംഗയാണ് ദേശീയ നദി. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ടത് 2008 കേട്ടോ. 2008. അതുപോലെ തന്നെ 2008 നവംബറിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി ദേശീയ ജലജീവി ഏതാ? ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനാണ് ജലജീവി. ഗംഗാ ഡോൾഫിനെ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബറിലാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യയുടെ ദേശീയ പതാക നമുക്കറിയാം ത്രിവർണ പതാകയാണ്. ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ, ദേശീയ പക്ഷിയോ മയിൽ, ദേശീയ മൃഗം കടുവ, ദേശീയ പൈതൃക ജീവി ആന, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ, ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം താമര, ദേശീയ വൃക്ഷം പേരാൽ, ദേശീയ നൃത്തരൂപം ഭരതനാട്യം, ദേശീയ മത്സ്യം ഐക്കൂറ, ദേശീയ നദി ഗംഗ, ദേശീയ പാനീയം ചായ. ഇത് മറക്കാതെ ഓർത്തിരിക്കണം കേട്ടോ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് നമുക്ക് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം കേട്ടോ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് എന്തറിയപ്പെടുന്നത്? വിവരാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത്. എന്നാണ് അറിയപ്പെടുന്നത്? എന്താണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 കേട്ടോ. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഘടന. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് PB സാവന്താണ്. PB സാവന്താണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത അരുണ റോയി ആണ്. ആരാണ്? അരുണ റോയി ആണെന്ന് ഓർക്കുക. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം ആണ് ഇതിനകത്ത് ഒപ്പുവെച്ച രാഷ്ട്രപതി. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാം ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ. വിവരാവകാശത്തിന്റെ കരട് തയ്യാറാക്കിയത് ആരാണ്? PB സാവന്താണ്. ലോകത്ത് ആദ്യമേ വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് സ്വീഡൻ ആണ്.
പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായിട്ട് ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എത്രാമത്തെയാണ്? 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി ഓർക്കുക. വിവരാവകാശ നിയമം ഈ ബില്ല് ലോകസഭ അവതരിപ്പിച്ചത് 2005 മെയ് 11 കേട്ടോ. മെയ് 11. നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ജൂൺ 5 വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 നിയമം നിലവിൽ വന്നതെന്ന് ഓർക്കുക. ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ് കേട്ടോ. 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. 2005 ഇത് പാർലമെന്റ് പാസ്സാക്കുന്നത്. മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന. PV സാവന്താണ് ഇതിന്റെ കരട് രൂപം തയ്യാറാക്കിയത്. അരുണ റോയിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്ന നേതൃത്വം നൽകിയത്. രാജസ്ഥാനിലാണ് ഈ സംഘടന ഉള്ളതെന്ന് കൂടി ഓർക്കുക കേട്ടോ. 2019 ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കിയത് ജൂലൈ 22, 2019 ജൂലൈ 22. രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 25. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് എന്നാണ്? ഓഗസ്റ്റ് 1 കേട്ടോ. ഓഗസ്റ്റ് 1 രാംനാഥ് കോവിന്ദ് ഒപ്പുവെക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിക്കുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ് കേട്ടോ. ആരാണ്? വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചോദിക്കുവാണെങ്കിൽ ദീപക് സന്ധു. ആരാണ്? ദീപക് സന്ധു. ഇനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് കേട്ടോ. അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെയും തെരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, അതുപോലെ പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ഇതിനകത്ത് അംഗമായിട്ടുള്ളവരാണ്. ഇന്ത്യ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ പ്രസിഡന്റ് എത്ര വിവരാവകാശ കമ്മീഷനെ കൂടി നിയമിക്കാൻ സാധിക്കും? 10 പേരെ കൂടി നിയമിക്കാനായിട്ട് സാധിക്കും. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനെയും കമ്മീഷന്മാരെയും നിയമിക്കുന്ന പ്രസിഡന്റ് ആണ്. ഇവരെ രാജിക്കത്ത് സമർപ്പിക്കുന്ന പ്രസിഡന്റ് ആർക്കാണ്? ഇവർ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? ഇവർ നീക്കം ചെയ്യാനുള്ള അധികാരവും പ്രസിഡന്റ് തന്നെ നിക്ഷിപ്തമായിരിക്കും. ഇവരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിക്കുവാണെങ്കിൽ സെക്ഷൻ 14 ഇവരെ കുറിച്ച് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമേ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ രാജസ്ഥാനാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ. പാസ്സാക്കിയത് ആദ്യ നിലവിൽ സംസ്ഥാനം തമിഴ്നാടാണ്. അതായത് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം അത് ശരിക്കും തമിഴ്നാടാണ്. അത് 1997 കാലഘട്ടങ്ങളിലാണ്. ഈ 2005 വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്ന് ചോദിക്കുവാണെങ്കിൽ അത് രാജസ്ഥാനും, വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം അത് തമിഴ്നാടുമാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഓർത്ത് വെക്കണം കേട്ടോ നിങ്ങൾ. കേരളത്തിലെ പ്രാഥമിക ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ചോദിക്കുവാണെങ്കിൽ പാലാട്ട് മോഹൻദാസ് ആണ് കേട്ടോ. ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണെന്ന് ഓർക്കുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിയമനത്തോട് പങ്ക് വഹിക്കാത്ത ആരെന്ന് ചോദിക്കണമെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അത് ഗവർണർ, മുഖ്യമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം കേട്ടോ. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ പൊതുസഭ അംഗീകരിക്കപ്പെട്ടതെന്നാണ്? 1948 ഡിസംബർ 10 കേട്ടോ. 1948 ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം എന്ന ഡിസംബർ 10 ഓർക്കുക. ആധുനിക മനുഷ്യാവകാശ തുടക്കം മാഗ്നാ കാർട്ട. ആധുനിക മനുഷ്യാവകാശ തുടക്കം എന്നറിയപ്പെടുന്ന ഏതാണ്? 1215 മാഗ്നാ കാർട്ടയാണെന്ന് ഓർക്കുക കേട്ടോ. മനുഷ്യാവകാശ ദിനം എന്താണ്? ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 1948 ഡിസംബർ 10 എന്നാണ്. 1948 ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1993 ഇന്ത്യൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന 1993 സെപ്റ്റംബർ 28 എന്നാണ്? 1993 സെപ്റ്റംബർ 28 ഓർക്കുക കേട്ടോ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത്. ഇന്ത്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്തെന്ന് അറിയപ്പെടുന്നേ? ഇന്ത്യ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാ? സുപ്രീം കോടതി വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. സുപ്രീം കോടതി വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ 3(2) കേട്ടോ. സെക്ഷൻ 3(2) കൊടുക്കുക.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ചോദിക്കുവാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആണ്. ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആദ്യമായിട്ടുള്ളത് ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ആണ്. ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണെന്ന് ഓർക്കുക കേട്ടോ. ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. മെമ്പർമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തോളണം കേട്ടോ. ഇവര് രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. അപ്പോ വിവരാവകാശ കമ്മീഷണർമാരെ ആയാലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർമാരെ ആയാലും നിയമിക്കാനും നീക്കം ചെയ്യാനും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഒക്കെ ആർക്കാ? രാഷ്ട്രപതിക്കാണെന്ന് ഓർത്തോളണം കേട്ടോ. ഇനി അത് ദേശീയ തലത്തിലുള്ളവരെയാണ് ആര് നിയമിക്കുന്നത്? നമ്മുടെ രാഷ്ട്രപതി എന്ന് കൃത്യമായിട്ട് ഓർത്തോളണം. ഇനി സംസ്ഥാന തലത്തിലുള്ള ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് കേട്ടോ. സംസ്ഥാന തലത്തില് ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തലത്തിൽ കമ്മീഷണർമാരെയും ചെയർപേഴ്സണെ അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണറാണ്. ചെയർപേഴ്സണെ അംഗങ്ങളെയും സംസ്ഥാന തലത്തിലുള്ള നീക്കം ചെയ്യുന്ന രാഷ്ട്രപതിയാ സംസ്ഥാന തലത്തിലുള്ളത്. പക്ഷെ സംസ്ഥാന തലത്തിൽ നിയമിക്കുന്നതും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ആർക്കാണ്? അത് ഗവർണർക്കാണെന്ന് കൂടി മറക്കാതെ ഓർത്തിരിക്കുക കേട്ടോ. സംസ്ഥാന കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുമായി സെക്ഷൻ ബന്ധപ്പെട്ട സെക്ഷൻ 28 സംസ്ഥാന വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാ? അത് സംസ്ഥാന സർക്കാരിനാണെന്ന് കൂടി ഓർക്കണം കേട്ടോ. ഇനി കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ: നദികള്, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും 10th പ്രിലിംസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നാളെ പരീക്ഷയ്ക്കുള്ളവരായിക്കോട്ടെ, അതല്ല 8ാം തീയതി നടക്കാവുന്ന പരീക്ഷയ്ക്കായിക്കോട്ടെ, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ 10th പ്രിലിമിനറി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. നമുക്കറിയാം കേരള ഭൂപ്രകൃതിയെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? 3 തരംതിരിക്കാം. ഏതൊക്കെയാ? ഇടനാട്, മലനാട്, തീരപ്രദേശം. ഇടനാട്, മലനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7.75 മീറ്ററിന് കൂടുതലുള്ള പ്രദേശമാണ് ഏത്? നമ്മൾ മലനാട് എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗവും ഏത് തന്നെയാണ്? മലനാട് തന്നെയാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂവിഭാഗമാണ് ഏത്? മലനാട് എന്ന് പറയുന്നത്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ലയേ ഉള്ളൂ. അത് ഏതാണെന്നറിയാമോ? ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ എന്താണ്? മലനാട് പ്രദേശം ഉൾപ്പെടുന്നില്ല. മലനാടിന്റെ ഒരു ശരാശരി ഉയരം ചോദിക്കുകയാണെങ്കിൽ 900 മീറ്ററിന് മുകളിലൊക്കെ ആയിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതുപോലെ ആനമുടിയെ കുറിച്ച് നമ്മൾ ഇതിന്റെ കൂടെ പഠിച്ചിരിക്കണം. പശ്ചിമഘട്ടത്തെ മരുന്നിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിക്കുകയാണെങ്കിലും അത് ഏത് തന്നെയാണ്? ആനമുടി തന്നെയാണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഏകദേശ ഉയരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോ കേരളത്തിന് ഭൂപ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം കേരളത്തിന്റെ 48% എന്ത് തന്നെയാണ്? മലനാടാണ്. അതുപോലെ തന്നെ തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഇടനാടിനെ കുറിച്ച് പറയുവാണെങ്കിലോ, ഇടനാട് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ് ഏത്? ഇടനാട്. 42%, കേരളത്തിന്റെ 42% എന്താണ്? ഇടനാടാണ്. അതായത് ഈ പേരിൽ കേൾക്കുന്ന പോലെ ഇടയിലുള്ള നാട്. അതായത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ളതാണ് ഏത്? ഇടനാട് എന്ന് പറയുന്നത്. നെല്ല്, ചേന, ചേമ്പ്, കാപ്പി, റബ്ബർ, വാഴ, മരച്ചീനി തുടങ്ങിയ കാര്യങ്ങൾ, കുരുമുളക്, ഇതൊക്കെയാണ് അടയ്ക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടനാടിന്റെ മറ്റു പ്രത്യേകത എന്താണ്? ലാറ്ററൈറ്റ് മണ്ണാണ് ഇടനാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഇത് ലാറ്ററൈറ്റ് മണ്ണ്. അപ്പൊ ഇടനാട്ടിൽ വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കാർഷിക വിളയാണ് ഏത്? ഇടനാട്. ഇനി അടുത്തത് തീരപ്രദേശമാണ്. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്നറിയാമോ? കണ്ണൂർ ജില്ലയാണ് കേട്ടോ. ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല കൂടിയാണ് കണ്ണൂര്. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാ? അത് കൊല്ലം ജില്ലയാണ്. ഏറ്റവും കുറവ് കൊല്ലമാണ്. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ കാവുകൾ ഉള്ള ജില്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഞ്ചാരമണൽ കാണപ്പെടുന്ന ജില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴയാണ്. കേരളത്തിൽ ഈ ഒരു തീരപ്രദേശം 10%. എത്രയാണ്?
10% കൂടി ഓർത്തിരിക്കുക. അതായത് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം, 7.5 മീറ്റർ വരെയാണ് ഉയരമുള്ളൂ. 10% മാത്രമേ ഭൂവിസ്തൃതിയുടെ ആകെ ശതമാനം തീരപ്രദേശം കേരളത്തിലുള്ളൂ. നെല്ലും തെങ്ങും ഒക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നത്. നമ്മുടെ തീരപ്രദേശത്ത് കൃഷി ചെയ്തതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കേരളത്തെക്കുറിച്ച് ഭൂപ്രകൃതിയുടെ കൂടെ അടിസ്ഥാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാ? ആനയാണ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. ഔദ്യോഗിക പാനീയം ഇളനീരാണ്. ഔദ്യോഗിക ഫലം ചക്കയാണ്. ഔദ്യോഗിക സംസ്ഥാന ശലഭം ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള ജില്ല ഏതാണെന്നറിയാമോ? കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഏതാണ്? തെക്കേയറ്റത്തുള്ള ജില്ല ഏതാണ്? കേരളത്തിന് തെക്കേയറ്റത്ത് വരുന്ന ജില്ല തിരുവനന്തപുരമാണ്. വടക്കേയറ്റത്തുള്ള ജില്ലയോ കാസർഗോഡാണ്. കാസർഗോഡ്. ദെൻ വടക്കേയറ്റത്തെ താലൂക്ക് ആണെങ്കിലോ നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര. ഇനി വടക്കേയറ്റത്തെ താലൂക്ക് ആണെങ്കിലോ തെക്കേയറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. വടക്കേയറ്റത്തെ താലൂക്ക് ആണെങ്കിലോ മഞ്ചേശ്വരമാണ് കേട്ടോ. ഏതാണ്? മഞ്ചേശ്വരമാണ്. ഇനി തെക്കേയറ്റത്തെ അസംബ്ലി മണ്ഡലം ചോദിക്കുവാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? നെയ്യാറ്റിൻകര തന്നെയാണ് കേട്ടോ. ഇനി വടക്കേയറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരമാണ്. തെക്കേയറ്റത്തുള്ള ലോകസഭാ മണ്ഡലം തിരുവനന്തപുരം. വടക്കേയറ്റത്തെ ലോകസഭാ മണ്ഡലം കാസർഗോഡ്. തെക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. ഏതാണ്? പാറശാല. വടക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. വടക്കേയറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിള. തെക്കേയറ്റത്തെ ഗ്രാമമാണ് കളിയിക്കാവിള കേട്ടോ. വടക്കേയറ്റത്തെ ഗ്രാമം തലപ്പാടി. തെക്കേയറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം. വടക്കേയറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂരുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ മൊത്തം എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകൾ അല്ലെ? 14 ജില്ലകളുണ്ട്. ജില്ലാ പഞ്ചായത്തുകളും എത്ര തന്നെയാണ്? 14 തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളോ 152. ഇനി ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ 941. റവന്യൂ ഡിവിഷൻ ആണെങ്കിൽ 27. റവന്യൂ വില്ലേജ് ആണെങ്കിൽ 1666. താലൂക്കുകളാണെങ്കിലോ 78. കോർപ്പറേഷൻ 6. കോർപ്പറേഷൻ എത്രയുണ്ട്? 6. നഗരസഭകൾ 87. നിയമസഭാ മണ്ഡലങ്ങൾ 140. നിയമസഭാ അംഗങ്ങളും എത്ര തന്നെയാ? 140. നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2. ദെൻ ലോകസഭാ മണ്ഡലങ്ങൾ 20. ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ അതും എത്രയാ? 20. ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാ? ആലത്തൂരും മാവേലിക്കരയുമാണ് കേട്ടോ. ഏതാണ്? ആലത്തൂരും മാവേലിക്കരയും. രാജ്യസഭാ സീറ്റുകൾ എത്രയാ? 9. അപ്പൊ ജില്ലകൾ 14, ജില്ലാ പഞ്ചായത്തുകൾ 14, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ഗ്രാമപഞ്ചായത്തുകൾ 941, റവന്യൂ ഡിവിഷൻ 27, റവന്യൂ വില്ലേജ് 1666, താലൂക്കുകൾ 78, കോർപ്പറേഷനുകൾ 6, നഗരസഭകൾ 87, നിയമസഭാ മണ്ഡലങ്ങൾ 140, നിയമസഭാ അംഗങ്ങളും 140, നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14, നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2, ലോകസഭാ മണ്ഡലങ്ങൾ 20, ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ 2, ആലത്തൂരും മാവേലിക്കരയും. രാജ്യസഭാ സീറ്റുകൾ 9 കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ ഇനി നമുക്ക് ദേശീയോദ്യാനങ്ങളെ കുറിച്ച് പഠിക്കാം. ദേശീയോദ്യാനങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിൽ ഏറ്റവും വേഗം കൂടിയ കൊടുമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളമാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇരവികുളം എവിടെ? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്ന. വരയാടാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്നുകൂടി ഓർക്കുക കേട്ടോ. ഇരവികുളം പാർക്കിന് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 1975 എന്നാൽ 1975 കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് സൈലന്റ് വാലിയാണ് കേട്ടോ. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാ? പാലക്കാട് ജില്ലയിലാ. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണേത്? സൈലന്റ് വാലി. രണ്ടാമത്തെ ദേശീയോദ്യാനമാണേത്? സൈലന്റ് വാലി. സൈരന്ത്രി വനം എന്നാണ് സൈലന്റ് വാലി അറിയപ്പെടുന്നത്. സിംഹവാലം കുരങ്ങുകളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് കേട്ടോ ഈ സൈലന്റ് വാലി എന്നുകൂടി ഓർക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984 കേട്ടോ. 1984 കൂടി ഓർക്കുക. കേരളത്തിലെ നിത്യഹരിത വനവും കേരളത്തിലെ ഏക കന്യാവനവും ഒക്കെയാണ് ഇത് സൈലന്റ് വാലി. എവിടെ സ്ഥിതി ചെയ്യുന്നേ? നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 1984. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1985. പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെ ഇത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ. പ്രഖ്യാപിച്ചത് ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്.
പക്ഷെ അത് ഉദ്ഘാടനം ചെയ്ത ആരാ? രാജീവ് ഗാന്ധി ആണെന്ന് കൂടി ഓർക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഏത്? പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി എന്ന് ഓർത്തിരുന്നോളണം കേട്ടോ. ഇനി 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് ഏത്? മതികെട്ടാൻ ചോല. ഏതാണ്? മതികെട്ടാൻ ചോല കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ഏതാണ്? പാമ്പാടും ചോലയാണെന്ന് ഓർത്തിരുന്നോളുക. ഇത് നമുക്ക് കേരളത്തിലെ നദികളെയും കായലുകളെയും കുറിച്ച് നോക്കാം കേട്ടോ. കേരളത്തിൽ മൊത്തം എത്ര നദികളാണുള്ളത്? 44 നദികളാണുള്ളത്. ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി 41ഉം കിഴക്കോട്ട് 3 കേരളത്തിൽ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാ? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. കാസർഗോഡ് ജില്ലയിലൂടെ 12 നദികളാണ് ഒഴുകുന്നത് കേട്ടോ. 100 കിലോമീറ്റർ കൂടുതലുള്ള നദികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 11 നദികളാണ് 100 കിലോമീറ്റർ കൂടുതൽ എന്താണ് നീളമുള്ള നദികളായിട്ട് വരുന്നത്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്ര വരും? 244 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇടുക്കി അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിലൂടെയാണ് നമ്മുടെ പെരിയാർ നദി ഒഴുകുന്നത് എന്ന് കൂടി ഓർക്കുക. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാറാണ്. ഈ മൂന്നാറിൽ സംഗമിക്കുന്ന, മൂന്നാർ എന്നുള്ള പേരിന് കാരണം എന്താ? പെരിയാറിന്റെ 3 നദികളായിട്ടുള്ള മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള ഇത് സംഗമിക്കുന്നതുകൊണ്ടാണ് മൂന്നാർ എന്നൊരു പേര് വരാൻ കാരണം കേട്ടോ. പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് ഏത്? പെരിയാർ. ഏറ്റവും ചെറിയ നദിയാണ് ഏത്? മഞ്ചേശ്വരം പുഴ കേട്ടോ. ഏറ്റവും വലിയ നദി കേരളത്തിലെ പെരിയാറാണ്. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിക്കുകയാണെങ്കിൽ അത് പാമ്പാറാണ് കേട്ടോ. മാറിപ്പോവരുത്, മറന്നു പോവരുത്, ഇമ്പോർട്ടന്റ് ആണേ, ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ പ്രത്യേകത എന്താ? ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ആണ്? 209 കിലോമീറ്റർ ആണ്. ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ്. കേരളത്തിന്റെ നൈൽ എന്നാണ് എന്തറിയപ്പെടുന്നത്? നമ്മുടെ ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. എന്നിട്ട് പമ്പയാണ്. പമ്പയുടെ നീളം 176 കിലോമീറ്റർ ആണ്. പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നു. പ്രാചീന കാലത്ത് ബാരീസ് എന്നൊരു വിളിപ്പേര് കൂടി എന്തിനുണ്ടായിരുന്നു? പമ്പാ നദിക്ക് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ചാലിയാർ നീളമാണ്. ചാലിയാറിന് നീളം 169 കിലോമീറ്റർ ആണ്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകൾ. എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ്. ചാലിയാറിലാണ് ഈ നദി പതിക്കുന്നത്. നെക്സ്റ്റ് ചാലക്കുടി പുഴയാണ് കേട്ടോ. ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ്. 145 ചാലക്കുടി പുഴയുടെ ഏകദേശം നീളം വരുന്നത്. അതുപോലെ തന്നെ ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ്. മറ്റൊന്ന് നെയ്യാറാണ്. നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ ആണ്. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലാണ്. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമല. മറ്റൊന്ന് മഞ്ചേശ്വരം പുഴയാണ്. എന്താണ് മഞ്ചേശ്വരം പുഴയുടെ പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. മഞ്ചേശ്വരം പുഴയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയാണ് ഏത്? മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്റർ ആണ് ഏകദേശം നീളം വരുന്നത്. പിന്നെ ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലെ യു ആകൃതി ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏത്? ചന്ദ്രഗിരി പുഴ. പിന്നെ വരുന്ന മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴയുടെ ആകെ നീളം 54 കിലോമീറ്റർ ആണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് അറിയോ? എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക. പിന്നെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളുണ്ട്. ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാറ്. കബനി 240 കിലോമീറ്റർ ആണ് നീളം. കബനി ഉത്ഭവിക്കുന്നത് തോണ്ടാർമുടി, വയനാട് ജില്ലയിലെ തോണ്ടാർമുടിയിൽ നിന്നാണ്. കബനി നദി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ബാണാസുര സാഗർ ഡാം ആണ് കേട്ടോ. ഏതാണ്? ബാണാസുര സാഗർ ഡാം ആണെന്ന് ഓർക്കുക. മറ്റൊന്ന് ഭവാനിയാണ്. ഭവാനിയുടെ ഉത്ഭവ സ്ഥലം നീലഗിരിയാണ്. പ്രധാന പോഷക നദി ശിരുവാണിപ്പുഴയാണ് കേട്ടോ. ശിരുവാണി. നെക്സ്റ്റ് പാമ്പാറാണ്. കേരളത്തിൽ നീളം 25 കിലോമീറ്റർ ആണ്. പാമ്പാറിന്റെ ആകെ നീളം 31 കിലോമീറ്റർ ആണ്. തൂവാനം വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് ഈ പാമ്പാർ നദിയിലാണെന്ന് കൂടി ഓർക്കുക. തലയാർ എന്നൊരു പേര് കൂടി എന്തിനുണ്ട്? പാമ്പാറിന് ഉണ്ട്. ഇനി കേരളത്തിലെ കായലുകളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരളത്തിലെ കായലുകളെ കുറിച്ച് നോക്കുമ്പോൾ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? കായലുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നാണ് കേരളം അറിയപ്പെടുന്നത്. എന്തെന്ന് അറിയപ്പെടുന്നു? കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്ന് നമ്മുടെ കേരളം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കായലുകളുടെയും തടാകങ്ങളുടെയും ലഗൂണുകളുടെ നാടെന്നും കേരളം അറിയപ്പെടുന്നു. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? മൊത്തം 34. എത്രയാണ്? 34 കായലുകളാണ് മൊത്തം കേരളത്തിലുള്ളത്. സമുദ്രവുമായി ബന്ധപ്പെട്ട് 27 കായലുകളും ഉൾനാടൻ ജലാശയവും ബന്ധപ്പെട്ട് 7 ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെട്ട് 7 ഉള്ളത്. ഇനി
വേമ്പനാട്ട് കായലിന്റെ നീളം 90 കിലോമീറ്റർ ആണ് കേട്ടോ. 96 കിലോമീറ്റർ ആണ്. ഏറ്റവും വലിയ നീളം കൂടിയ കായലാണ്. ഇന്ത്യ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടവും കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റും കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായിട്ടുള്ള കായലാണ് ഏത്? വേമ്പനാട്ട് കായൽ. ഇനി അഷ്ടമുടിക്കായലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ്. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്നത് ഈ ഒരു അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. അഷ്ടമുടി അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴിയാണ് കേട്ടോ. ഇനി അടുത്തത് ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. റംസാർ പട്ടികയിൽ ഇടം നേടിയത് 2002 മറ്റൊന്ന് പൂക്കോട് തടാകമാണ്. സമുദ്രനിരപ്പിന് ഏകദേശം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നു വയനാട് ജില്ലയിലാണ്. ഇനി മാനാഞ്ചിറ തടാകം കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ്. മാനാഞ്ചിറ കോഴിക്കോടാണിത് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിൽ പിന്നിൽ പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, മന്നത്തു പത്മനാഭൻ എന്നിവരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകളുമാണ്. അത് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അഞ്ചുതെങ്ങ് കലാപം നടന്നെന്നാ 1697 എന്താണ് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ഈ കുരുമുളകിന്റെ വ്യാപക കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെതിരെ നടന്ന കലാപമാണ് നമ്മുടെ അഞ്ചുതെങ്ങ് കലാപം കേട്ടോ. ഇനി ആറ്റിങ്ങൽ കലാപം 1721 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപം. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം അത് അഞ്ചുതെങ്ങ് കലാപമാണ്. പക്ഷേ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിക്കുവാണെങ്കിൽ അത് ആറ്റിങ്ങൽ കലാപമാണ് കേട്ടോ. 1721 നടന്നത്. ദെൻ പഴശ്ശി വിപ്ലവങ്ങൾ. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് കേട്ടോ. പഴശ്ശിരാജാവിന്റെ യുദ്ധങ്ങൾ നടന്ന കാലഘട്ടം പറയുവാണെങ്കിൽ 1793 മുതൽ 1805 വരെയാണ്. അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1797 വരെയാണ് കേട്ടോ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് പ്രധാന കേന്ദ്രം പുരളിമലയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പുരളിമല. ഒന്നാം വിപ്ലവം അവസാനിപ്പിക്കുമ്പോൾ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനെ നിന്നത് ചിറക്കൽ രാജാവാണ്. ആരാണ്? ചിറക്കൽ രാജാവാണ്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം, നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു ഏത്? രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയവും വയനാടിന് മേൽ ബ്രിട്ടീഷുകാര് എന്താണ് അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചതുമാണ് കാരണമായി തീർന്നത് കേട്ടോ. പഴശ്ശിരാജാവ് വെടിയേറ്റ് മരിച്ച സ്ഥലം മാവിലംതോടാണ് കേട്ടോ. വയനാട് ജില്ലയിലെ മാവിലംതോട്. പഴശ്ശിരാജാവ് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കരാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. പഴശ്ശി ചമയങ്ങളില്ലാതെ മുണ്ടക്കയം ഗോപിയാണ് കേട്ടോ. ചലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലെ പനമരം കൂടിയാണ്. ഇനി കുണ്ട്ര വിളംബരം. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ നിന്നും അടിച്ചമർത്താൻ വേലുത്തമ്പി ദളവയാണ് കുണ്ട്ര വിളംബരം നടത്തിയത്. അതായത് ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കുണ്ട്ര വിളംബരം നടക്കുന്നത്. എന്നാണ്? 1809 എന്നാണ് 1809 ജനുവരി 11 എന്താണ് ഈ കുണ്ട്ര വിളംബരം? എന്താണ് ആയുധമെടുത്ത് ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്താണ് കുണ്ട്ര വിളംബരം. ഇനി കുറിച്ച് കലാപമാണ്. ഇത് വയനാട് ജില്ലയിൽ 1812 കുറിച്ച് കലാപം നടന്നത്. രാമൻ നമ്പി ആയിരുന്നു എന്ത്? പ്രധാനപ്പെട്ട നേതാവ്. ആരായിരുന്നു? രാമൻ നമ്പി ആയിരുന്നു കേട്ടോ. ഇനി അടുത്തത് പ്രധാനമായിട്ട് നമ്മൾ കുറിച്ച് കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു. നെക്സ്റ്റ് മലബാർ കലാപമാണ് കേട്ടോ. ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ മലബാറിൽ കർഷകർ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളെയാണ് മലബാർ കലാപങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് കേട്ടോ. മലബാർ കലാപം 1921 കാലഘട്ടങ്ങളിലാണ് നടന്നത്. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കലാപം പൂക്കോട്ടൂർ കലാപമായിരുന്നു. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? പൂക്കോട്ടൂർ കലാപമായിരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. മലബാർ കലാപത്തിന്റെ നേതാവ് വാര്യൻ കുന്നത്ത് മുഹമ്മദ് ഹാജി ആയിരുന്നു. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി ആയിരുന്നു കേട്ടോ. ഏതായിരുന്നു? തിരൂരങ്ങാടി ആയിരുന്നു എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി വാഗൺ ട്രാജഡിയാണ്. മലബാർ കലാപവും ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധമായ സംഭവമാണ് ഏത്? വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ ട്രാജഡി സംഭവിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഉപ്പ് സത്യാഗ്രഹമാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഏപ്രിൽ
എന്നാണ് 13-ാം തീയതിയാണ് കേട്ടോ. ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ടും ഒത്തിരി എഫോർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? കെ കേളപ്പൻ. ആരാണ്? കെ കേളപ്പൻ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവും ആര് തന്നെയാണ്? കെ കേളപ്പൻ തന്നെയാണ്. കേളപ്പന്റെ നേതൃത്വം 32 പേരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് കേട്ടോ. വരിക വരിക സഹചരെ വലിയ സമന സഹരമായി. ഈ ഗാനം ഈ ഒരു എന്തുമായി ബന്ധപ്പെട്ടതാ? ഉപ്പ് സത്യാഗ്രഹം ബന്ധപ്പെട്ടത്. ഈ ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന മൊയ്യാരത്ത് ശങ്കരനാണ്. ആരാണ്? മൊയ്യാരത്ത് ശങ്കരനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് സമരവേദി ഉളിയടത്ത് കടവായിരുന്നു കേട്ടോ. ഏതാണ്? ഉളിയടത്ത് കടവായിരുന്നു. ഇനി മൊറഴ സമരമാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മർദ്ദന മുറകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വം നടന്ന പ്രതിഷേധമാണ് ഏത്? മൊറഴ സമരം. മൊറഴ സമരം നടന്നത് 1940 കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. KM കുട്ടിക്കൃഷ്ണ മേനോനും രാമനുമായിരുന്നു പ്രധാനപ്പെട്ട നേതാവ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി മൊറഴ സമരത്തെ തുടർന്ന് KPR ഗോപാലൻ ആണെന്ന് ഓർക്കുക കേട്ടോ. KPR ഗോപാലന് വധശിക്ഷ ഇളവ് ലഭിക്കാൻ കാരണമായ നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. അദ്ദേഹം ഇടപെട്ട് അദ്ദേഹത്തിന്റെ വധശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കപ്പെടുകയാണ് ചെയ്തത്. നെക്സ്റ്റ് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരം നടക്കുന്നത് 1941 മാർച്ച് 28-ാം തീയതിയാണ് കേട്ടോ. എവിടെയാ? കാസർഗോഡ് ജില്ലയിലാണ് നടക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് കീഴരിയൂർ ബോംബ് കേസാണ് കേട്ടോ. കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രധാനപ്പെട്ട വ്യക്തി ഡോക്ടർ KB മേനോനാണ് കേട്ടോ. 1942 നവംബർ 17-നാണ് നടക്കുന്നത്. ക്വിറ്റിന്റെ സമരവും ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ വലിയ പ്രക്ഷോഭമാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ് എന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കണം, മൊറഴ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. കരിവെള്ളൂർ സമരം കണ്ണൂർ ജില്ലയിലാണ്. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് കോഴിക്കോട് ജില്ലയിലാണ്. പുന്നപ്ര വയലാർ സമരം ആലപ്പുഴ ജില്ലയിലാണ്. കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലുമാണ് കേട്ടോ. ഇനി പുന്നപ്ര വയലാർ സമരമാണ്. അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ തിരുവിതാംകൂറിൽ സർ CP രാമസ്വാമി അയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഏത്? മൊറഴ സമരം. ഇത് പുന്നപ്ര വയലാർ സമരം. ഇതെന്നാ നടന്നത്? 1947 ഏത് ജില്ലയില്? ആലപ്പുഴ ജില്ലയിൽ കേട്ടോ. എന്തായിരുന്നു ഈ ഒരു മുദ്രാവാക്യത്തിന്റെ ഈ ഒരു സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നായിരുന്നു കേട്ടോ. പുന്നപ്ര വയലാർ സമരത്തിന് പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ സർ CP രാമസ്വാമി അയ്യരായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവലാണ് ഇത് ഉലക്ക എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചാനാർ ലഹള, മാറുപറക്കൽ ലഹള എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. 1859 ഇത് നടക്കുന്നത് തിരുവിതാംകൂറില്. മേൽമുണ്ട് സമരം, മാറുമറക്കൽ സമരം എന്നീ പേരുകളിലും ചാനാർ ലഹള അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു എന്ന് കൊടുക്കുക. ഇനി മലയാളി മെമ്മോറിയൽ ആണ്. 1891 മലയാളി മെമ്മോറിയൽ നടക്കുന്നത്. ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നിവേദനമാണിത്. ഇനി ഈഴവ് മെമ്മോറിയൽ. തിരുവിതാംകൂർ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നാണ് ഈഴവ് മെമ്മോറിയൽ. 1896 സെപ്റ്റംബർ 3-നാണ് ഈഴവ് മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. ശങ്കര സുബേഗയാണ് തിരുവിതാംകൂറിൽ ദിവാൻ ഈ ഒരു സമയത്ത് കേട്ടോ. ഡോക്ടർ പൽപ്പു ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇനി പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. ഇന്ത്യയിൽ അയിത്തതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30-നാണ് എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ നടക്കാനുള്ള അനുമതിക്ക് വേണ്ടിയാണ് ഈ വൈക്കം സത്യാഗ്രഹം നടന്നത്. EV രാമസ്വാമി നായ്ക്കയുടെ പ്രതിമ അനുച്ഛാദനം ചെയ്ത് വൈക്കത്താണ്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹ പ്രധാനപ്പെട്ട നേതാക്കൾ TK മാധവനും KP കേശവ മേനോനുമായിരുന്നു. ഓർക്കുക. ഈ ഐത്തത്തിനെതിരെ TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കിനട സമ്മേളനമാണ് 1923. ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശത്തിനും ഐത്തത്തിനെതിരെ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. KPCCയുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. പ്രധാന നേതാവ് K കേളപ്പനായിരുന്നു. കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്തു പത്മനാഭനായിരുന്നു. കമ്മിറ്റിയുടെ സെക്രട്ടറി K കേളപ്പനായിരുന്നു കേട്ടോ. ഇനി നിവർത്തന പ്രക്ഷോഭം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് ഏത്? നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇനി വൈദ്യുത പ്രക്ഷോഭം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം വൈദ്യുത പ്രക്ഷോഭം ആരംഭിച്ച 1936 തൃശൂർ ജില്ലയിലാണ് കേട്ടോ. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ശ്രീനാരായണ ഗുരുവാണ്. 1886 ഓഗസ്റ്റ് 20-ന് ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ജനിക്കുന്നു. ജന്മഗ്രഹം വയൽവാരം വീടാണ്. മാടനാശാൻ എന്ന പിതാവിന്റെ പേര്.
കുട്ടിയമ്മ എന്ന് മാതാവിന്റെ പേര്, കാളിയമ്മ എന്ന് ഭാര്യയുടെ പേര്. സമാധിയായത് 1928 സെപ്റ്റംബർ 20. നാണുവാശൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, അതുപോലെ തന്നെ കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകൻ, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഒക്കെയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം എന്താണ് സന്ദർശിച്ച ഏക വിദേശ രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് കേട്ടോ. നൂറ്റാണ്ടിന്റെ മലയാളി എന്ന് മലയാള മനോരമ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ട വ്യക്തിയും ജനനവും മരണവും അവധിയായി പ്രഖ്യാപിക്കപ്പെട്ട നവോത്ഥാന നായകന്റേതാണ്. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന് വളരെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മറ്റൊന്നാണ് SNDP കുറിച്ചിട്ടുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അത് ആസ്ഥാനം എവിടെയാ? കൊല്ലമാണ്. എന്നാ സ്ഥാപിക്കപ്പെട്ടത്? 1903 മെയ് 15 കേട്ടോ സ്ഥാപിക്കപ്പെട്ടത്. മെയ് 15 ഓർക്കുക. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇതിന്റെയൊക്കെ വിശദമായിട്ട് നമ്മൾ ഓൾറെഡി എല്ലാ നവോത്ഥാന നായകന്മാരെ കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ട് കുറെ നേരം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയാത്തത് കേട്ടോ. അപ്പൊ വിശദമായിട്ട് അറിയേണ്ടവരുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അത് ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് ചട്ടമ്പി സ്വാമിയെ കുറിച്ചിട്ടാണ് കേട്ടോ. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലത്ത് ജനനം. ഉളിർക്കോട് വീട് എന്ന് പറയുന്ന ജന്മഗ്രഹം. വാസുദേവ ശർമ്മയാണ് പിതാവ്. മാതാവ് നങ്ങമ്പ. യഥാർത്ഥ നാമം അയ്യപ്പൻ. സമാധി 1920 മെയ് 5 കേട്ടോ. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നാണ്. വിദ്യയും വിദ്യവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ്. ആദ്യകാല ഗുരു പെട്ടയിൽ രാമൻപിള്ള ആശാനാണെന്ന് ഓർക്കുക. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർത്ത നവോത്ഥാന നായകനാണ്. സസ്യഭക്ഷണത്തിന് പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തി. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സെക്രട്ടറി ക്ലർക്കായ സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകൻ. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്ന പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതീയ ഭൂതങ്ങളെ അടിച്ചു പുറത്താക്കിയാണ് വേണ്ടതെന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ. ചട്ടമ്പി സ്വാമിയുടെ സമാധിയായ സ്ഥലം പത്മനയാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് അയ്യങ്കാളിയാണ് കേട്ടോ. 1863 ഓഗസ്റ്റ് 28 ജനനം. വെങ്ങാനൂർ, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. പ്ലാവത്തറ വീട്ടുപേര്. പിതാവിന്റെ പേര് അയ്യൻ, മാതാവിന്റെ പേര് മാല, ഭാര്യയുടെ പേര് ചെല്ലമ്മ. ബാല്യകാല നാമം കാളി എന്നാണ് കേട്ടോ. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ്. ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പ്രശസ്തമായിട്ടുള്ള വില്ലുവണ്ടി യാത്ര 1893 വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ്. എവിടെ നിന്ന് എവിടേക്കാ? വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. പുലയ സമുദായത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച 1905 അദ്ദേഹം കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുകയുണ്ടായി. പെരുന്നാട് സാമുദായിക സമ്മേളനം അയ്യങ്കാളി നേതൃത്വം നടന്നത് 1915 കേട്ടോ. പുലയ ലഹള നയിച്ച നേതാവ് അയ്യങ്കാളിയാണ്. പുലയ ലഹള നടന്നത് 1915 കേട്ടോ. എന്നാണ് 1915 കൂടി ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അദ്ദേഹവുമായി ചേർത്ത് പറയേണ്ടതാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടത് 1907 കൂടി ഓർത്തിരിക്കുക. ഇത് കല്ലുമാല സമരം. പുലയ ചാർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ അണിയുന്നതിനെതിരെ നടന്ന സമരമാണ് ഇത് കല്ലുമാല സമരം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. അടുത്തത് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1896 മാർച്ച് 26 ജനനം. മേഴത്തൂർ ഗ്രാമം, പൊന്നാനി, മലപ്പുറം ജില്ലയിലെ മേഴത്തൂർ ഗ്രാമത്തിൽ ജനനം. VT തുപ്പൻ നമ്പൂതിരിപ്പാടാണ് പിതാവ്. മാതാവ് ശ്രീദേവി അന്തർജനം. അന്തരിച്ചത് 1982 കേട്ടോ. നമ്പൂതിരി സമുദായത്തിലെ അംഗമായ നവോത്ഥാന നായകൻ. ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി. ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി. VT ഭട്ടതിരിപ്പാടിന്റെ നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1929 കേട്ടോ. നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഉയർന്ന ജാതിയിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ അനാചാരങ്ങളെ എതിർത്ത വ്യക്തി കൂടി ആണ്. ഇനി അടുത്തത് മന്നത്തു പത്മനാഭനാണ്. മന്നത്തു പത്മനാഭൻ ജനിക്കുന്നത് 1878 ജനുവരി 3 പെരുന്നയിലാണ് കേട്ടോ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ. മന്നത്തു പത്മനാഭൻ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. എന്റെ ദേവനും ദേവിയും എന്റെ സംഘടനയാണെന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് മന്നത്തു പത്മനാഭൻ. NSSുമായി വെച്ച് കൂട്ടിച്ചേർത്ത് പറയേണ്ട വ്യക്തി കൂടിയാണ് മന്നത്തു പത്മനാഭൻ. അദ്ദേഹം മുതുകുളം പ്രസംഗം, അദ്ദേഹത്തിന് വളരെ പ്രശസ്തമാണ് മുതുകുളം പ്രസംഗം. അദ്ദേഹം മുതുകുളം പ്രസംഗം നടത്തിയത് 1947 കേട്ടോ. 1947
25-ാം തീയതിയാണ് മുതുകുളം പ്രസംഗം നടത്തുന്നത്. കേരള ഗവൺമെന്റ് മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചത് 2014 മുതലാണെന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ മന്നത്തു പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് 1966-ലാണ്. മന്നത്തു പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. ആരുടേത് ആത്മകഥയാണ്? എന്റെ ജീവിത സ്മരണകൾ, മന്നത്തു പത്മനാഭന്റേത്. അടുത്ത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1885 മെയ് 24 ജനനം. എറണാകുളം ജില്ലയിലാണ് ജനിച്ചത്. ജന്മഗ്രഹം സാഹിത്യ കുടീരം. പിതാവ് പപ്പു, മാതാവ് കൊച്ചുപെണ്ണ്, ഭാര്യ കുഞ്ഞമ്മ, യഥാർത്ഥ നാമം ശങ്കരൻ. മരണം 1938 മാർച്ച് 23-നാണ് നടന്നത്. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. KP കറുപ്പന്റെ പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം പണ്ഡിറ്റ് കറുപ്പൻ വിദ്വാൻ പദവി നൽകിയ രാജാവ് കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ അദ്ദേഹത്തിന് വിദ്വാൻ പദവി ലവിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കല്യാണിദായിനി സഭ, പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമേ സ്ഥാപിച്ച സഭയാണ് കല്യാണിദായിനി സഭ. അതുകൂടാതെ കൊച്ചി പുലയ മഹാസഭയൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സഭകളാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറേ ഭാഗങ്ങൾ റിവിഷൻ ആയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയും പഠിക്കുകയും ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ 2021 മുതൽ 2025 വരെ ഇതുവരെ 10th പ്രിലിംസിന് ചോദിച്ചുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 5.5 മണിക്കൂർ ഒരു വീഡിയോ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. അതും കൂടെ കണ്ടിട്ട് വേണം നാളെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇത്രയും കണ്ടു തീർക്കുമ്പോഴത്തേന് ഏകദേശം അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള നിങ്ങൾക്ക് ലഭിക്കും. ഇനി സയൻസും കൂടെ ഇതുപോലെ വൈകുന്നേരം മാക്സിമം ശ്രമിക്കാം വീഡിയോ മാരത്തോൺ പോലെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പൊ വീഡിയോ കണ്ടു പഠിക്കുക. നിങ്ങൾക്ക് 10th പ്രിലിംസിന് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.